ഫസ്റ്റ് കൊളീനിയർ പോയിന്റ്സ്. കൊളീനിയർ പോയിന്റ്സ് എന്താണെന്ന് വെച്ചാൽ ഒരേ ലൈനിൽ വരുന്ന പോയിന്റ്സ്. ലീനിയർ എന്ന് പറഞ്ഞാൽ വരയിലാണ്. സോ കൊളീനിയർ ഒരേ വരയിൽ. കൊളീനിയർ എന്ന് പറഞ്ഞാൽ ഒരേ വരയിൽ വരുന്ന പോയിന്റ്സ്. ഇപ്പോൾ നമുക്ക് ലൈനാണ്. ലൈൻ എന്ന് പറയുന്നത് ഇൻഫിനിറ്റിയോട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ലൈൻ സെഗ്മെന്റ് ആണ് ഇൻഫിനിറ്റിയോട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ അതിനകത്ത് വരുന്ന ഓരോ പോയിന്റ് എ ബി സി. അപ്പോൾ എയും ബിയും സി ഇതേ ലൈനിലെ പോയിന്റ്സ് ആണ്. സോ കൊളീനിയർ പോയിന്റ്സ് ആണ്. ഇനി അടുത്തതാണ് കൺകറന്റ് ലൈൻസ്. കൺകറന്റ് ലൈൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പോയിന്റ് ഉണ്ട്, അതിൽ കൂടെ കടന്നു പോകുന്ന ഒന്നിലധികം ലൈൻസുകൾ, എല്ലാ ലൈൻസുകളും ചേർത്ത് ഇവരെല്ലാം കൺകറന്റ് ആണെന്ന് പറയും. കാരണം എന്താ, ഇവരെല്ലാം കടന്നു പോകുന്ന ഒരേ പോയിന്റ് കൂടെ. ഇപ്പോൾ എ ബി എന്ന് പറയുന്ന ലൈൻ ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫിനിറ്റിയോട് പോയിക്കൊണ്ടിരിക്കും. ലൈൻ സെഗ്മെന്റ്, ലൈനകത്തുള്ള ഒരു പർട്ടിക്കുലർ പാർട്ട്. സോ എ ബി ഒരു ലൈൻ സെഗ്മെന്റ്, സി ഡി ഒരു ലൈൻ സെഗ്മെന്റ്, ഇ ഡി ഒരു ലൈൻ സെഗ്മെന്റ്, ഇവിടെ ഇ എഫ് ഒരു ലൈൻ സെഗ്മെന്റ്. സോ അതുകൊണ്ട് തന്നെ ഇതെല്ലാം കൺകറന്റ് ലൈൻസ് ആണ്. കാരണം ഒരേ പോയിന്റ് കൂടെ കടന്നു പോകുന്ന ലൈൻസ് കൺകറന്റ് ലൈൻസ്. ഒരു ലൈൻ എടുക്കുമ്പോൾ അതിനകത്ത് വരുന്ന പോയിന്റ്സ് കൊളീനിയർ പോയിന്റ്സ്. ഇനി പെർപെൻഡിക്കുലർ ലൈൻസ്. പെർപെൻഡിക്കുലർ ലൈൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലൈൻ ഉണ്ട്, അതിനെ വേറെ ലൈൻ വന്ന് കട്ട് ചെയ്യുന്ന അവിടുത്തെ ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി വരുവാണെങ്കിൽ ഈ ലൈനിന് ഇത് പെർപെൻഡിക്കുലർ ആണ്, അല്ലെങ്കിൽ ഇതിന് ഇത് പെർപെൻഡിക്കുലർ ആണ്. ടു ലൈൻസ് ആർ സെറ്റ് ടു ബി പെർപെൻഡിക്കുലർ ഇഫ് ദേ ഇന്റർസെക്ട് ഈച്ച് അതർ അറ്റ് റൈറ്റ് ആംഗിൾസ്. ഇവർ തമ്മിൽ കണക്ട് ചെയ്യുമ്പോൾ ചിലർ ഇങ്ങനെ മുട്ടും. സോ മുട്ടുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ആംഗിൾ 90 ഡിഗ്രി ആണെങ്കിൽ നമ്മൾ അതിനെ പെർപെൻഡിക്കുലർ ലൈൻസ് എന്ന് പറയും. അടുത്ത എന്താണെന്ന് വെച്ചാൽ നമ്മൾ കോ ഫംഗ്ഷൻ എന്നൊരു കൺസെപ്റ്റ് പറഞ്ഞിട്ടുണ്ട്. എന്താണ് കോ ഫംഗ്ഷൻ? ഇപ്പോൾ സൈനിന്റെ കോ ഫംഗ്ഷൻ ആണ് കോസ്. എന്തുകൊണ്ടാണ്? സൈനിനകത്തുള്ള ഏതൊരു ആംഗിൾ വരുന്നു, കോസിന്റെ വേറൊരു ആംഗിളും, അതായത് കോസ് തീറ്റ 2 കോസിൻ തീറ്റ 1 കൊണ്ട് കോസ് തീറ്റ 2, സൈൻ തീറ്റ 1 കൊണ്ട് കോസ് തീറ്റ 2 ഇവർ രണ്ടും സെയിം ആവും. ഇപ്പോൾ ഈ തീറ്റ 1 തീറ്റ 2 കൂടെ ആഡ് ചെയ്യുമ്പോൾ 90 ഡിഗ്രി വരുമ്പോൾ. സോ അതുകൊണ്ട് തന്നെ നമ്മൾ കോ ഫംഗ്ഷൻ എന്ന് വിളിച്ചു. കോ എന്ന വാക്കിനർത്ഥം 90 ഡിഗ്രിയുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് കോംപ്ലിമെന്ററി ആംഗിൾസ്. നമ്മൾ സൈനിന്റെ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ ആണ് കോസ് എന്ന് പറയും, അല്ലെങ്കിൽ സൈനിന്റെ കോ ഫംഗ്ഷൻ ആണ് കോസ്. കാരണം എന്താ, സൈനിന്റെ കോസിന്റെ വാല്യൂ തുല്യമാവും എപ്പോൾ തീറ്റ 1 തീറ്റ 2 കൂടെ ആഡ് ചെയ്യുമ്പോൾ 90 ഡിഗ്രി വരുമ്പോൾ. അതാണ് കോംപ്ലിമെന്ററി ഫംഗ്ഷനും 90 ഡിഗ്രിയുമായിട്ട് ബന്ധപ്പെട്ട തന്നെയാണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ രണ്ട് ആംഗിൾസ് ഉണ്ട്, ഒരു ആംഗിൾ തീറ്റ 1 ഒരു ആംഗിൾ തീറ്റ 2. ഇവരെ കോംപ്ലിമെന്ററി ആവും എപ്പോൾ ഇവർ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ 90 ഡിഗ്രി വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കോംപ്ലിമെന്ററി എന്ന് പറയാം. തീറ്റ 1 ഈസ് കോംപ്ലിമെന്ററി ടു തീറ്റ 2 എന്ന് പറഞ്ഞാൽ ഒരാളെ അറിയാമെങ്കിൽ മറ്റൊരാളെ കണ്ടുപിടിക്കാൻ 90 ഡിഗ്രിയിൽ നിന്നും അത് കുറച്ചാൽ മതിയാവും. ഇതാണ് കോംപ്ലിമെന്ററി ആംഗിൾ. ഒരാൾ കോംപ്ലിമെന്ററി, ഒരാൾ മറ്റൊരാളെ കോംപ്ലിമെന്ററി ആണെന്ന് പറഞ്ഞാൽ ഒരാളെ നമുക്ക് അറിഞ്ഞാൽ മതി, മറ്റൊരാളെ നമുക്ക് പറയാതെ തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അടുത്തത് ഇതിൽ നിന്ന് തന്നെ വേറെ സപ്ലിമെന്ററി ആംഗിൾ. ഇത് നമ്മൾ ഇവിടെ കണക്ട് ചെയ്ത് പറയേണ്ടതാണ് സപ്ലിമെന്ററി ആംഗിൾ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തീറ്റയും ഒരു തീറ്റ 1 തീറ്റ 2 സപ്ലിമെന്ററി ആണെന്ന് വെച്ചാൽ അവർ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 180 ഡിഗ്രി കിട്ടണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരാളെ അറിയാമെങ്കിൽ മറ്റേ ഒരാൾ തീറ്റ 1 തീറ്റ 2 സപ്ലിമെന്ററി ആണെന്ന് വെച്ചാൽ തീറ്റ 1 അറിയാമെങ്കിൽ തീറ്റ 2 നമുക്ക് എഴുതാൻ പറ്റും. കാരണം 180 നിന്ന് കുറച്ചാൽ മതിയാവും. സോ ഇതാണ് കോംപ്ലിമെന്ററി സപ്ലിമെന്ററി ആംഗിൾസ്. നമ്മൾ പറയുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് പാരലൽ ലൈൻസ് ആണ്. രണ്ട് പാരലൽ ലൈൻസ് ഉണ്ട്. ഇത് രണ്ട് പാരലൽ ലൈൻസ് ആണ്. സോ ഈ പാരലൽ ലൈൻസിനെ ഒരു ലൈൻ വന്ന് കട്ട് ചെയ്യുന്നുണ്ട്. സോ നമുക്കറിയില്ല പാരലൽ ലൈൻസിന് അകത്ത് വരുന്ന ആംഗിൾസ്, ഈ ആംഗിൾ ഈ ആംഗിൾ ഈ ആംഗിൾ ഈ ആംഗിൾ. സോ പാരലൽ ലൈൻസ് അകത്ത് വരുന്ന ആംഗിൾ നമ്മൾ വിളിക്കുന്നത് ഇന്റീരിയർ ആംഗിൾസ്. ഞാൻ ഓരോ ഇന്റീരിയർ ആംഗിൾസ് അടയാളപ്പെടുത്താം. ഇത് ഒന്നാമത്തെ ഇന്റീരിയർ ആംഗിൾ, ഇത് രണ്ടാമത്തെ ഇന്റീരിയർ ആംഗിൾ. ഓക്കെ, ഇത് ഞാൻ ഇത് അടുത്ത ഇന്റീരിയർ ആംഗിൾ, ഇത് അടുത്ത ഇന്റീരിയർ ആംഗിൾ. ഓക്കെ, അപ്പം 4 ഇന്റീരിയർ ആംഗിൾസ് ഉണ്ട്. ഇതൊന്ന്, ഇതടുത്തത്, ഇതടുത്തത്, ഇടുന്നത് 4 ഇന്റീരിയർ ആംഗിൾസ് ഉണ്ട്. എന്തുകൊണ്ട് ഇന്റീരിയർ എന്ന് വിളിക്കുന്നത് പാരലൽ ലൈന് അകത്ത് കിടക്കുന്ന ആംഗിൾസ് ആണ്. പാരലൽ ബോക്സ് ക്രിയേറ്റ് ചെയ്യാം, ബോക്സ് ആയിട്ട് എടുക്കാൻ ഉള്ളിൽ കിടക്കില്ല. സോ ഇന്റീരിയർ ആംഗിൾസ്. നമുക്ക് എക്സ്റ്റീരിയർ ആംഗിൾസ് ഉണ്ട്, പാരലൽ ലൈൻസ് പുറത്ത് വരുന്ന ആംഗിൾസ്. അതൊക്കെ ഇതൊരു ആംഗിൾ ആണ്. സോ ഇത് ഇതെന്താണ്, ഇതെന്ന് പറയുന്നത് പാരലൽ ലൈൻസ് പുറത്ത് വരുന്ന ആംഗിൾസ് ആണ്. സോ അതുകൊണ്ട് തന്നെ ഇവരെ നമ്മൾ എന്ത് വിളിക്കും? എക്സ്റ്റീരിയർ ആംഗിൾസ് എന്ന് വിളിക്കും. സോ ഈ ആംഗിൾസുകൾക്കെല്ലാം കുറെ ആംഗിൾസ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് സെയിം ആണ്, ആഡ് ചെയ്യുമ്പോൾ 180 ഡിഗ്രി കിട്ടും. അങ്ങനത്തെ കുറച്ച് കൺസെപ്റ്റ് നമുക്ക് ഓരോന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ പറയുന്നത് എഫ്. രണ്ട് പാരലൽ ലൈൻസ് നോക്കിയപ്പോൾ നമുക്ക് എഫ് പോലെ കാണുന്നു. അതായത് എഫ് പോലെ എന്ന് പറയുമ്പോൾ രണ്ട് പാരലൽ ലൈൻസിൽ എഫ് ഈ വരെ ഇങ്ങനെ ചരിഞ്ഞ് എഫിന്റെ മറ്റേ ആ ഒരു കമ്പുണ്ടല്ലോ അതുകൊണ്ട് ചരിഞ്ഞ് നോക്കാൻ നിൽക്കാം. സോ എഫ് പോലെ നമുക്ക് കാണപ്പെട്ട് കഴിഞ്ഞാൽ കുറച്ച് ആംഗിൾസ് കൂടെ സെയിം ആയിരിക്കും. ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആംഗിളും അതേണക്ക് തന്നെ ഈ ആംഗിളും എന്തായിരിക്കും? സെയിം ആയിരിക്കും. സോ പറയുമ്പോൾ നമുക്ക് ഓപ്പൺ ബോക്സ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് പറയണം. നമ്മൾ പറയാം ആദ്യം നമ്മൾ രണ്ടാമത്തെ കൂടെ ആദ്യം ഓപ്പൺ ബോക്സ് ആയിട്ട് പാരലൽ ലൈൻസ് കിടക്കും. നമുക്ക് ഒരു ബോക്സ് പോലെ കാണപ്പെടുന്നുണ്ടെങ്കിൽ അവിടെ ഒരാൾ എന്താണ്, ഒരാൾ ഇപ്പോൾ തീറ്റ നമുക്ക് അറിയാമെങ്കിൽ മറ്റേ ആൾ 180 മൈനസ് തീറ്റ ആയിരിക്കും. ഓക്കെ, ഈ ബോക്സ് എങ്ങനെ വേണമെങ്കിലും ഇരിക്കാം. അതായത് ഇപ്പം രണ്ട് പാരലൽ ലൈൻസ് ഉണ്ട്. സോ ഇടയ്ക്ക് ഇങ്ങനെ ഇരിക്കാം. ഇങ്ങനെ ഇരുന്നാലും ഈ ആംഗിൾ തീറ്റ ആണെങ്കിൽ ഇത് 180 മൈനസ് തീറ്റ. ഓക്കെ, ഇനി ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോഴും ഇത് കറക്റ്റായിട്ട് ഒരു ബോക്സ് പോലെ തോന്നിച്ചാൽ മതി. തീറ്റ ആണെങ്കിൽ ഇത് 180 മൈനസ് തീറ്റ. സോ അത് വെച്ച് ഇവിടെ പറയുവാണെങ്കിൽ ഇത് തീറ്റ ആണെങ്കിൽ ഇത് 180 മൈനസ് തീറ്റ അല്ല, ഇത് 180 മൈനസ് തീറ്റ ആണെങ്കിൽ തീറ്റ ആയിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഈ രണ്ട് ആംഗിൾസും സെയിം ആയി വരുന്നത്. ഓപ്പൺ ബോക്സ് കൺസിഡർ ചെയ്യുമ്പോൾ ഇത് തീറ്റ ആണെങ്കിൽ ഇത് 180 മൈനസ് തീറ്റ, ഇത് 180 മൈനസ് തീറ്റ ആണെങ്കിൽ ഇത് തീറ്റ ആയിരിക്കും. കാരണം ഒരു പോയിന്റിന് ചുറ്റും ഒരു വരയ്ക്ക് ചുറ്റും വരുന്നത് 180. സോ ഇത് 180 മൈനസ് തീറ്റ ആണെങ്കിൽ ഇത് തീറ്റ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ രണ്ടും സെയിം ആയിരിക്കും. അതുപോലെ തന്നെ മുകളിലുള്ള ഈ ആംഗിളും ഇവിടുത്തെ മുകളിലുള്ള ഈ ആംഗിളും സെയിം ആയിരിക്കും. എഫിന്റെ കേസ് എളുപ്പത്തിൽ പറഞ്ഞ ഒരു എഫ് പോലെ നമുക്ക് തോന്നിക്കണം. അതിന്റെ എഫിന്റെ രണ്ട് വരകളും പാരലൽ ആയിരിക്കണം. എഫിന്റെ രണ്ട് വരകളും ഇവിടെ തന്നെ ഓപ്പൺ ബോക്സിന്റെ രണ്ട് വരകളും പാരലൽ ആയിരിക്കണം. സോ അതുപോലെ ഇവിടെ രണ്ട് വരകളും പാരലൽ ആയിരിക്കണം. അപ്പോൾ വരയ്ക്ക് മുകളിൽ വരുന്ന ഈ ലൈനും ഈ വരയ്ക്ക് മുകളിൽ വരുന്ന ഈ ലൈനും ഈ വരയ്ക്ക് മുകളിൽ വരുന്ന ഈ ആംഗിളും ഈ വരയ്ക്ക് മുകളിൽ വരുന്ന ഈ ആംഗിളും സെയിം ആയിരിക്കും. പിന്നെ വരയ്ക്ക് താഴെ വരുന്ന ആംഗിൾസ് ഓട്ടോമാറ്റിക്കലി സെയിം ആയിരിക്കും ആയിരിക്കും. വരയ്ക്ക് മുകളിൽ വരുന്ന ആംഗിൾസും വരയ്ക്ക് താഴെ വരുന്ന ആംഗിൾസ് രണ്ടും സെയിം ആയിരിക്കും. വരയ്ക്ക് താഴെ വരുന്ന രണ്ട് ആംഗിൾസ് സെയിം ആയിരിക്കും. സോ അതാണ് ഇത്. അപ്പോൾ എഫിന്റെ കേസ് നമ്മൾ എപ്പോഴും ഓർത്ത് വയ്ക്കാൻ നമുക്ക് എളുപ്പമാർഗം എന്ന് പറയുമ്പോഴത്തേക്കും എഫിന്റെ കേസിൽ ആ ബോക്സ് പോലെ നോക്കാം. ബോക്സിനകത്തുള്ള ഒരു ആംഗിളും ബോക്സിനകത്തുള്ള ഒരു ആംഗിൾ എടുക്കും. ബോക്സ് അതിൽ ഒരു വരയിൽ ഉണ്ടാക്കുന്ന ഒരു ആംഗിൾ ആ ബോക്സിന് മറ്റേ വര ഉണ്ടാക്കുന്ന മറ്റേ ആംഗിളുമായിട്ട് സെയിം ആയിരിക്കും. അതായത് നമ്മളിങ്ങനെ ഒരു ബോക്സ് ഇപ്പോൾ എടുക്കുകയാണെങ്കിൽ ഈ ബോക്സിൽ രണ്ട് വരാണ്, രണ്ട് പാരലൽ ആയിരിക്കുമല്ലോ. ഇതിൽ ഏതെങ്കിലും ആംഗിൾ എടുക്കും. ഈ ആംഗിൾ എടുത്തു. ഈ ആംഗിൾ ഏത് ആംഗിളോടായിരിക്കും ഈക്വൽ? ബോക്സിലെ മറ്റേ വരെ ഉണ്ടാക്കുന്ന വെളിയിലത്തെ ആംഗിളുമായിട്ട്. സോ അതാണ് പിന്നെ ഇതെടുത്തു. ഈ ആംഗിൾ അപ്പോൾ ഏത് ആംഗിളോട്ടായിരിക്കും തുല്യം? ഈ ആംഗിൾ ബോക്സിലെ മറ്റേ വരെ ഉണ്ടാക്കുന്ന മുകളിലത്തെ ആംഗിൾ, ബോക്സിലെ മറ്റേ വരെ ഉണ്ടാക്കുന്ന മുകളിലത്തെ ആംഗിൾ. അപ്പോൾ ഇവിടെ ഇതെടുത്തപ്പോൾ ഈ ആംഗിൾ സെയിം ബോക്സിലെ മറ്റേ വരെ ഉണ്ടാക്കുന്ന ഈ ആംഗിൾ, ഈ ആംഗിൾ എടുത്തപ്പോൾ ബോക്സിലെ മറ്റേ വരെ ഉണ്ടാക്കുന്ന ഈ ആംഗിൾ. കാരണം ഇതിന്റെ അകത്ത് വരില്ല. കാരണം അകത്ത് വന്ന ബോക്സിനകത്തുള്ള ഈ കൺസെപ്റ്റ് ആണ് തീറ്റ 180 മൈനസ് തീറ്റ. ഓക്കെ, ഇത് ഓർക്കുക. ഇതാണ് നമ്മുടെ ഫസ്റ്റ് രണ്ട് റൂൾ. ഇനി മൂന്നാമത്തെ എന്ന് പറയുന്നതാണ് ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് എന്നാണ് ഇതിന്റെ പേര്. ഓൾട്ടർനേറ്റ് ആയിട്ട് വരുന്ന ഇന്റീരിയർ ആംഗിൾസ് ആണ് ഇന്റീരിയർ ആംഗിൾസ് ഞാൻ പറഞ്ഞു. സോ ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് സെയിം ആയിരിക്കും എന്നുള്ളതാണ് ഇതിന്റെ കൺസെപ്റ്റ്. ഇത് എങ്ങനെ പഠിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം
രണ്ട് പാരലൽ ലൈൻസ് ഉണ്ട്, അതിലൊരു ലൈൻ കട്ട് ചെയ്യുന്നു. ഇത് ഇന്റീരിയർ ആംഗിൾസ് ആണ് പറഞ്ഞു. ഇത് 1, 2, 7, 8 നടപ്പെടുത്തിയിരിക്കുന്നതാണ് ഇവിടെ ഇന്റീരിയർ ആംഗിൾസ് എന്ന് പറയുന്നത്. ഓൾട്ടർനേറ്റ് ആയിട്ട് വരുന്ന ഇന്റീരിയർ ആംഗിൾസുകൾ എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പോൾ അതെങ്ങനെ പഠിക്കാം? എളുപ്പത്തിൽ പഠിക്കാം. നിങ്ങൾ ഇസഡ് നോക്കിയാൽ മതി. അതായത് ഇത് നോക്കുമ്പോൾ നമുക്ക് ഇസഡ് പോലെ തോന്നില്ലേ? സോ അതുകൊണ്ട് തന്നെ ഈ രണ്ട് ആംഗിൾസും സെയിം ആയിരിക്കും. അപ്പോൾ ഈ ഒരു ഫിഗറിൽ നമുക്ക് എന്ത് എഴുതാം? ആംഗിൾ 7 which is equal to ആംഗിൾ 1 ആയിരിക്കും. കാരണം എന്താ ഇസഡ് പോലെ കാണപ്പെടുന്നു. ആംഗിൾ 7 which is equal to ആംഗിൾ 1. അതായത് ഇവിടെ നോക്ക്, ഇതും ഒരു ഇസഡ് അല്ലേ? ഇതും ഒരു ഇസഡ് ആണ്. സോ അതുകൊണ്ട് തന്നെ ഈ ആംഗിൾ which is equal to എന്താണ്? ഈ ആംഗിൾ ആണ്. സോ അതുകൊണ്ട് തന്നെ ഫിഗറിൽ നമുക്ക് എന്ത് എഴുതാം? ആംഗിൾ 8 which is equal to ആംഗിൾ 2. സോ ഇതാണ് ആൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾ. ഇതാണ് ആൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അതായത് ഇസഡ് പോലെ വന്നാൽ ഇസഡ് ഇങ്ങനെ, ഇസഡ് പല വിധത്തിലാവാം. എങ്ങനെയൊക്കെ ആവാം ഇസഡ്? ഇസഡ് എന്ന് പറയുന്നത് ഇതെല്ലാം പാരലൽ ലൈൻസ് പോലെ ഇസഡ് ഇങ്ങനെ ഇരിക്കാം. ഇസഡ് ഇപ്പൊ ഒന്നാമത്തെ ഇടത് കേസിൽ ഇങ്ങനെ ഇരിക്കാം. അല്ലെങ്കിൽ ഇസഡ് എൻ പോലെ ഇരിക്കാം. അവിടെ നമ്മൾ ഇസഡ് പോലെ കണ്ടാൽ ഇസഡ് പോലെ ഈ മൂലകൾ എന്തായിരിക്കും? അതായിരിക്കും ഓൾട്ടർനേറ്റ് വരുന്ന ഇന്റീരിയർ ആംഗിൾസ്. ഇസഡ് പോലെ കാണപ്പെടുന്നത് നമുക്ക് പഠിക്കാൻ പോകും. ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് സെയിം ആയിരിക്കും. സോ അതുകൊണ്ട് തന്നെ 1, 7 ഈക്വൽ ആയിരിക്കും. നമുക്ക് ഇസഡ് പോലെ കാണപ്പെടുന്നു. സോ അതുകൊണ്ട് തന്നെ 1, 7 ഈക്വൽ ആയിരിക്കും. ഇവിടെ നമുക്ക് ഇസഡ് പോലെ കാണപ്പെടുന്നു. സോ അതുകൊണ്ട് തന്നെ 8, 2 ഈക്വൽ ആയിരിക്കും. അടുത്ത നമ്മുടെ കൺസെപ്റ്റ് അടുത്ത റൂൾ അടുത്ത് നമ്മൾ നോക്കുന്നത് എക്സ് ആണ്. എവിടെയെങ്കിലും നമ്മൾ രണ്ട് ലൈൻസ് പാരലൽ ഒന്നുമില്ല. കാരണം എക്സ് പോലെ കണ്ടാൽ ഈ രണ്ട് ആംഗിൾസ് സെയിം ആയിരിക്കും. അതായത് മുഖത്തോട് മുഖം നോക്കിയിരിക്കുന്ന ആംഗിൾസ് സെയിം ആയിരിക്കും. മറ്റേ രണ്ട് ഓട്ടോമാറ്റിക്കലി സെയിം ആയിരിക്കും. സോ നമ്മൾ വിളിക്കുന്നത് വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾ. വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് എക്സ് പോലെ കണ്ടാൽ ആ രണ്ട് ആംഗിൾ സെയിം ആയിരിക്കും. ഓട്ടോമാറ്റിക്കലി മറ്റേ രണ്ടും സെയിം ആവും. സോ ഇതാണ് വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾ. ഇനി വരുന്ന പ്രത്യേകിച്ച് നമുക്ക് ഇപ്പം ഓപ്പൺ ബോക്സ് പോലെ കാണപ്പെടും, എഫ് പോലെ കാണപ്പെടും. ഇവിടെ നമുക്ക് എക്സ് പോലെ കാണപ്പെടും. തൊട്ട് ഞാൻ ഇസഡ് പോലെ കാണപ്പെടുന്ന കാര്യം പറഞ്ഞു. ഓക്കെ, അപ്പോൾ എന്തൊക്കെ കണ്ടു? നമ്മൾ ഓപ്പൺ ബോക്സ് കണ്ടു, എഫ് കണ്ടു, ഇസഡ് കണ്ടു, എക്സ് കണ്ടു. അങ്ങനെ നാലെണ്ണം നമുക്ക് പല ഫിഗർ കാണാൻ പറ്റും. ഈ ഫിഗർ ആയിട്ട് നമുക്ക് പറയാൻ പറ്റാത്ത ഒരു റിലേഷൻ ആണ് എക്സ്റ്റീരിയർ ആംഗിൾ ആണ് പറയുന്നത്. എന്താണ് എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് പറഞ്ഞാൽ പാരലൽ ലൈൻസ് പുറത്ത് വരുന്ന ആംഗിൾസ് ആണ് എക്സ്റ്റീരിയർ ആംഗിൾ. 4, 3, 5, 6 എക്സ്റ്റീരിയർ ആംഗിൾ ആണ്. സോ ഇസഡിന്റെ കേസ് പറഞ്ഞപ്പോൾ അത് ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ആയിരുന്നു. ഇസഡിന്റെ കേസ് പറഞ്ഞില്ലേ? ഈ ഇസഡിന്റെ കേസ് പറഞ്ഞത് ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ആണ്. ഇതെന്തുകൊണ്ട് ഓൾട്ടർനേറ്റ് വന്നത്? കാരണം ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് പറയുന്നതിന് മുന്നേ നമ്മൾ കോ ഇന്റീരിയർ ആംഗിൾസ് അഥവാ കോൺസ്റ്റിറ്റ്യൂട്ടീവ് ഇന്റീരിയർ ആംഗിൾസ് എന്താണെന്ന് പറയാം. ഇപ്പോൾ ഇവിടെ നമ്മുടെ അടുത്ത് ഒരു പാരലൽ ലൈൻ ഉണ്ട്, അതിനെ ഒരു ട്രാൻസ്വേഴ്സൽ ലൈൻ കട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്ര നേരം പറഞ്ഞത് രണ്ട് പാരലൽ ലൈൻസ് ഉണ്ട്. പാരലൽ ലൈൻസിൽ ഒരു ട്രാൻസ്വേഴ്സൽ ലൈൻ കട്ട് ചെയ്യുന്നതാണ്. ട്രാൻസ്വേഴ്സൽ ലൈൻ ആണ് ഇത്. ട്രാൻസ്വേഴ്സൽ ലൈൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടോ അതിലധികമോ ലൈൻസുകളെ ഡിസ്റ്റിങ്ക്ട് പോയിന്റുകളിൽ കട്ട് ചെയ്യുന്ന ലൈൻ. ഇഫ് എ ലൈൻ cuts 2 or more lines at distinct points, then that line is called transversal line. So transversal line എന്ന് പറയുന്നത് ഏതെങ്കിലും കുറേ ഇത് പാരലൽ തന്നെ ആയിരിക്കണമെന്നില്ല, കുറച്ച് ലൈൻസുകളെ പർട്ടിക്കുലർ പോയിന്റുകൾ കട്ട് ചെയ്യുന്നു. ഇപ്പോൾ കുറച്ച് ലൈൻസുകൾ കിടപ്പുണ്ട്, അതിന്റെ ഒരു ലൈൻ കട്ട് ചെയ്യുന്നു. ഇവിടെ ഈ ലൈൻ ഇവിടെയാണ് കട്ട് ചെയ്യുന്നെങ്കിൽ ഈ ലൈൻ ഇവിടെയാണ് കട്ട് ചെയ്യുന്നത്, ഈ ലൈൻ ഇവിടെയാണ് കട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ലൈൻ അതായത് PQ എന്ന് പറയുന്നത് എന്താണ്? ട്രാൻസ്വേഴ്സൽ ലൈൻ ആണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇന്റീരിയർ ആംഗിൾസ് അഥവാ കോൺസ്റ്റിറ്റ്യൂട്ടീവ് ഇന്റീരിയർ ആംഗിൾസ് എന്താണെന്ന് പറയുന്നത് ഒരു ട്രാൻസ്വേഴ്സൽ ലൈനിനകത്ത്. ഇപ്പോൾ പടം ഒന്നുകൂടെ വെച്ചാൽ പാരലൽ ഒരു ട്രാൻസ്വേഴ്സൽ ലൈനിനകത്ത് ലൈ ഇൻസൈഡ് ടു പാരലൽ ലൈൻസ്. അപ്പോൾ എന്താണ് കോ ഇന്റീരിയർ ആംഗിൾസ് അഥവാ കോൺസ്റ്റിറ്റ്യൂട്ടീവ് ഇന്റീരിയർ ആംഗിൾസ് എന്ന് പറഞ്ഞാൽ പാരലൽ ലൈൻസിന്റെ അകത്ത് നിൽക്കുകയും പാരലൽ ലൈൻസിന്റെ അകത്ത് നിൽക്കുമ്പോൾ എന്താ പറയുന്നത്? ഇന്റീരിയർ ആംഗിൾസ്. പക്ഷേ നമുക്ക് കോ ഇന്റീരിയർ എന്ന് പറയുന്ന പേരിന്റെ ഡെഫിനിഷൻ ആണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് ഇന്റീരിയർ എന്താണ്? അകത്തുള്ള ആംഗിൾ ആണ്, ഇന്റീരിയർ ആണ്. അതിൽ തന്നെ സെയിം സൈഡ് ഓഫ് ദ ട്രാൻസ്വേഴ്സൽ ലൈൻ. ഇപ്പോൾ ട്രാൻസ്വേഴ്സൽ ലൈനിന്റെ സെയിം സൈഡിൽ നിൽക്കുന്നത് ഇവർ രണ്ടും എന്താണ്? കോ ഇന്റീരിയർ ആണ്. ഇവർ രണ്ടും എന്താണ്? കോ ഇന്റീരിയർ ആണ്. സോ നമ്മൾ ഈ ഒരു മൂന്നാമത്തെ പ്രോപ്പർട്ടി വെച്ച് പറയുന്നത് ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ്. ഇവർ രണ്ടും എന്താ? ഇവർ രണ്ടും കോ ഇന്റീരിയർ ആംഗിൾസ് ആണ്. സോ അഥവാ കോൺസ്റ്റിറ്റ്യൂട്ടീവ്. അപ്പം ഓൾട്ടർനേറ്റീവ് എന്ന് പറയുമ്പോൾ ഇവർ കോൺസ്റ്റിറ്റ്യൂട്ടീവ് ആണ്, ഓൾട്ടർനേറ്റീവ് എന്ന് പറയുമ്പോൾ ഇത് വരും. സോ കോ ഇന്റീരിയർ ആംഗിൾസ് എന്താണെന്ന് മനസ്സിലായി. ഇനി നമ്മൾ ആൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് എന്ന് പറഞ്ഞാൽ ഇന്റീരിയർ പേര് ഇന്റീരിയർ ആംഗിൾ ആണ്, അകത്തുള്ള ആംഗിൾ ആണ്. ഓൾട്ടർനേറ്റ് ആണ്. ഓൾട്ടർനേറ്റ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ഓഫ് ദ ട്രാൻസ്വേഴ്സൽ ലൈൻ. സോ ഇത് നമ്മൾ എടുത്താൽ ഈ ട്രാൻസ്വേഴ്സൽ ലൈനിന്റെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് ഇവിടെ നിൽക്കുന്ന ഈ ആംഗിൾ. സോ അതായത് ഇതെടുത്താൽ ഓപ്പോസിറ്റ് സൈഡ് ഓഫ് ദ ട്രാൻസ്വേഴ്സൽ ലൈനിന്റെ ഈ സൈഡ് വരാതെ ഈ സൈഡ് വരുന്ന ഈ ആംഗിളാണ് ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ്. ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് സെയിം ആണ്. അഥവാ ഇത് കൂടുതലായിട്ട് നമ്മൾ ഇസഡ് നോക്കിയാൽ നമുക്ക് ഇത് പെട്ടെന്ന് കിട്ടും. വേണ്ടത് ഓൾട്ടർനേറ്റ് എക്സ്റ്റീരിയർ ആംഗിളിന്റെ കൺസെപ്റ്റ് ആണ്. കോൺസ്റ്റിറ്റ്യൂട്ടീവ് എക്സ്റ്റീരിയർ ആംഗിൾ എന്തായിരിക്കും? എക്സ്റ്റീരിയർ ഉള്ള ആംഗിൾ ആയിരിക്കും. ട്രാൻസ്വേഴ്സൽ ലൈനിന്റെ ഒരേ സൈഡിൽ വരുന്നവരായിരിക്കും. സോ അതുകൊണ്ട് തന്നെ 6 ഉം 3 ഉം ആയിരിക്കും എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂട്ടീവ് അഥവാ 5 ഉം 4 ഉം. ഓക്കെ, നമുക്ക് വേണ്ട ആൾട്ടർനേറ്റീവ് എന്താ? ട്രാൻസ്വേഴ്സൽ ലൈനിന്റെ എക്സ്റ്റീരിയർ ആയതുകൊണ്ട് എക്സ്റ്റീരിയർ ആംഗിൾ ആണ്. ട്രാൻസ്വേഴ്സൽ ലൈനിന്റെ ഒരു പോയിന്റ് ഇത് വന്നു, ഇത് ഞാൻ എടുത്തു, 6 എടുത്തു കഴിഞ്ഞാൽ ഓൾട്ടർനേറ്റ് ആയിരിക്കണം എന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് സൈഡ് വരണം. അപ്പം 4 ആയിരിക്കും. അതിനകത്ത് 3 എടുത്തു കഴിഞ്ഞാൽ ഏതായിരിക്കും? 5 ആയിരിക്കും. സോ ഇതാണ് ഓൾട്ടർനേറ്റ് എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് പറയുന്നത്. അപ്പോൾ 6 ആംഗിൾ 4 ഈസ് സിമിലർ ടു സെയിം ആണ്. ആംഗിൾ 6 ആംഗിൾ 4 ന് സെയിം ആണ്. ആംഗിൾ 5 ആംഗിൾ 3 ക്ക് സെയിം ആണ്. അതായത് 6ന്റെ സെയിം പൊസിഷൻ ഇവിടെ വരുന്ന ആളാണോ അയാൾ അപ്പുറം നിൽക്കുന്ന ആൾ. ഓക്കെ, അങ്ങനെ നോക്കിയാൽ മതിയോ? പോളിഗൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ഡയമെൻഷണൽ ഉള്ള ഷേപ്പാണ്. എല്ലാ സൈഡ്സും സ്ട്രേറ്റ് ലൈൻ ആയിരിക്കും. ലൈൻസുകൾ എൻഡ് ടു എൻഡ് ജോയിൻ ചെയ്യണം. ഷേപ്പ് ക്ലോസ് ഷേപ്പ് ആയിരിക്കും. ഒന്നുമില്ല, നമ്മൾ കാണുന്ന എല്ലാം വരുന്ന പോളിഗൺസ് ആണ്. സോ പോളിഗൺ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ഫുൾ ക്ലാസ്സിനെ വിളിക്കുന്നതാണ് പോളിഗൺ. പോളിഗണിനകത്ത് ട്രയാംഗിൾ, ക്വാഡ്രിലാറ്ററൽ, പെന്റഗൺ, ഹെക്സഗൺ അങ്ങനെ പോകും. അപ്പോൾ നമുക്ക് ഓരോന്ന് നോക്കണം. ഫസ്റ്റ് ഓഫ് ഓൾ അത് നമുക്ക് ആംഗിൾസിനെ കുറിച്ച് പോളിഗണിന്റെ ആംഗിൾ അത് നമ്മൾ പോളിഗൺ ക്ലാസ് എടുത്ത് പോളിഗണുകൾക്കുള്ള ആംഗിൾസ്, ഡയഗണൽസ്, അതിന്റെ ഒരു പർട്ടിക്കുലർ ഇക്വേഷൻസ് നോക്കാം. ഫസ്റ്റ് നമുക്ക് എന്താണെന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഡയഗണൽസ്. ഒരു പോളിഗൺ തന്നാൽ ഇപ്പോൾ ഒരു പോളിഗൺ അറിയാം. ഇപ്പോൾ n=3 ആയ പോളിഗൺ ഏതാണ്? അത് ട്രയാംഗിൾ ആണ്. n=4 ആവുന്ന ഒരു പോളിഗൺ ഏതാണ്? അത് ക്വാഡ്രിലാറ്ററൽ ആണ്. n=5 ആവുന്ന പോളിഗൺ പെന്റഗൺ. n=6 ആവുന്നത് ഹെക്സഗൺ, ഹെപ്റ്റഗൺ അങ്ങനെ പോകും. അപ്പം 3, 4, 5, 6 അതായത് n എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പർ ഓഫ് സൈഡ്സ് ഓഫ് ദ പോളിഗൺ ആണ്. ട്രയാംഗിളിന്റെ 3 സൈഡ്സ്, ക്വാഡ്രിലാറ്ററൽ 4 സൈഡ്സ്, പെന്റഗൺ 5 സൈഡ്സ്, ഹെക്സഗൺ 6 സൈഡ്സ്. സോ നമുക്ക് n അറിയാം. ഒരു പോളിഗൺ കയ്യിൽ തന്നിട്ടുണ്ട്, ആ പോളിഗണിന് എത്ര വശം ഉണ്ടെന്ന് നമുക്ക് n നോക്കി കണ്ടുപിടിക്കാമല്ലോ. സോ അതറിയാമെങ്കിൽ നമ്പർ ഓഫ് ഡയഗണൽസ് എങ്ങനെ കണ്ടുപിടിക്കാം? n*n-3/2 ചെയ്താൽ മതി. ഏതൊരു പോളിഗണിന്റെയും n അറിയാമെന്നുണ്ടെങ്കിൽ n എന്താണ്? നമ്പർ ഓഫ് സൈഡ്സ് ആണ്. അതറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയഗണൽ കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് n*n-3/2. ഇനി ഒരു പോളിഗൺ ഉണ്ട്. ആ പോളിഗൺ ഇപ്പോൾ ഞാനിപ്പോൾ ഒരു ക്വാഡ്രിലാറ്ററൽ എടുക്കുകയാണ്. ക്വാഡ്രിലാറ്ററിന് 4 വശമുള്ള ഏതോ രൂപ. സോ ഇതിനകത്ത് ഇന്റീരിയർ ആംഗിൾസ് ഉണ്ട്. ഇവരാണ് ഇന്റീരിയർ ആംഗിൾസ്. സോ ഇന്റീരിയർ ആംഗിൾസിന്റെ സം എങ്ങനെ കണ്ടുപിടിക്കാം? സോ സം ഓഫ് ഇന്റീരിയർ ആംഗിൾസ് അപ്പോഴത്തേക്ക് മൊത്തത്തിൽ ആംഗിൾസ് എത്ര ഉണ്ടെന്ന്
പല പോളികൾ 3, 4, 5, 6 ഉള്ള ഏത് പോളികൾ വേണമെന്ന് തരാം എന്ന് നമുക്കറിയാമെങ്കിൽ ഈ അകത്തുള്ള സം ഓഫ് ഇന്റീരിയർ ആംഗിൾസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല n-2 × 180. ഇനി ഇതുപോലെ ഒരു പോളിഗൺ ആകുമ്പോൾ എക്സ്റ്റീരിയർ ആംഗിൾസ് ആണല്ലോ, ഇതിനെ പുറത്തോട്ട് എക്സ്റ്റെൻഡ് ചെയ്തു, ഇതിനെ പുറത്തോട്ട് എക്സ്റ്റെൻഡ് ചെയ്തു, എങ്ങോട്ട് വേണം എക്സ്റ്റെൻഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ എക്സ്റ്റീരിയർ ആംഗിൾസുകളുടെ സം, അപ്പോൾ എന്താ സം ഓഫ് എക്സ്റ്റീരിയർ ആംഗിൾസ് എന്ന് പറയുന്നത് പോളിഗൺ എടുത്താലും അത് 360 ആയിരിക്കും. ഓക്കെ, ഏതൊരു പോളിഗന്റെയും സം ഓഫ് എക്സ്റ്റീരിയർ ആംഗിൾസ് 360 ആയിരിക്കും. ഓക്കെ, അപ്പോൾ റെഗുലർ പോളിഗൺ, റെഗുലർ ഒരു പോളിഗന്റെ സൈഡുകളും ആംഗിളുകളും സെയിം ആണെന്നുണ്ടെങ്കിൽ, ഈക്വൽ സൈഡ്സ് ആൻഡ് ഈക്വൽ ആംഗിൾസ് ആണെങ്കിൽ ആ പോളിഗൺ ആണ് റെഗുലർ പോളിഗൺ. എല്ലാ സൈഡും ഈക്വൽ ആണ്, എല്ലാ ആംഗിളും ഈക്വൽ ആണ്. അങ്ങനെയുള്ള രണ്ട് പോളിഗൺ ആണുള്ളത്, ഒന്ന് ഇക്വലാറ്ററൽ ട്രയാംഗിളും മറ്റൊന്ന് സ്ക്വയറും. കാരണം ഇക്വലാറ്ററൽ ട്രയാംഗിൾ എടുത്തു അതിന്റെ 3 വശവും തുല്യമായിരിക്കും, 3 ആംഗിൾസ് തുല്യമായിരിക്കും, അതായിരിക്കും 60 ഡിഗ്രി ആയിരിക്കും. സോ അതിനകത്ത് തന്നെ സ്ക്വയർ എടുത്ത് നോക്കുക, സ്ക്വയറിന്റെ 4 വശവും തുല്യമാണ്, അതിനകത്ത് എല്ലാ ആംഗിൾസും തുല്യമാണ്, ആംഗിൾ എന്താണ് 90 ഡിഗ്രിയാണ്. സോ ഇതാണ് റെഗുലർ പോളിഗൺ. റെഗുലർ പോളിഗൺ എന്ന് പറയുമ്പോൾ എല്ലാ സൈഡ്സും തുല്യമാണ്, ആംഗിൾസും തുല്യമാണ്, എല്ലാ സൈഡ്സും തുല്യമാണ്, ആംഗിൾസ് തുല്യമാണ്. ഇതാണ് റെഗുലർ പോളിഗൺ. ഇപ്പോൾ നമുക്ക് തന്നിരിക്കുന്നു റെഗുലർ പോളിഗൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സം ഓഫ് ഇന്റീരിയർ ആംഗിൾസ് എന്തുമായാലും സം ഓഫ് ഇന്റീരിയർ ആംഗിൾസ് അറിയാം. അതിൽ ഒരു ഇന്റീരിയർ ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കാം, ഡിവൈഡ് ബൈ n ചെയ്താൽ മതി. അപ്പം ഇന്റീരിയർ ആംഗിൾ n-2 × 180 ഡിവൈഡ് ബൈ n. ഒരു ഇന്റീരിയർ ആംഗിളിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ കാരണം എല്ലാം സെയിം ആയിരിക്കും, അതുകൊണ്ട് തന്നെ n/2 × 180 ഡിവൈഡ് ബൈ n ചെയ്താൽ മതി. റെഗുലർ പോളിഗൺ ആണെങ്കിൽ ഒരു ഇന്റീരിയർ ആംഗിൾ എന്ന് പറയുന്നത്. അതുപോലെ എക്സ്റ്റീരിയർ ആംഗിൾ എന്തായിരിക്കും, ഒരു എക്സ്റ്റീരിയർ ആംഗിൾ എന്തായിരിക്കും, എല്ലാ എക്സ്റ്റീരിയർ സം 360 ആണ്, അപ്പോൾ 360 ബൈ n ചെയ്താൽ മതി. ഈ രണ്ട് ഇക്വേഷൻ എന്തിനു മാത്രമേ പറ്റത്തുള്ളൂ, റെഗുലർ പോളിഗൺ മാത്രമേ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ മൂന്നെണ്ണം നോക്കുക, n × n-3/2 ഉം n-2 × 180 ഉം 360 പിന്നെ കോമൺ ആണ്. പിന്നെ റെഗുലർ പോളിഗൺ ആണെങ്കിൽ ഓരോന്ന് കണ്ടുപിടിക്കാൻ ഡിവൈഡ് ബൈ n ചെയ്യാം. ഒരു പോളിഗൺ എടുക്കണം, ഒരു പോളിഗൺ എടുക്കണം, ആ പോളിഗൺ ഏതെങ്കിലും പോളിഗൺ, എക്സാമ്പിൾ ഏതോ ഒരു പോളിഗൺ. അപ്പോൾ ഇപ്പോൾ ഞാൻ ഒരു ക്വാഡ്രിലാറ്ററൽ തന്നെ എടുക്കാം. ഓക്കെ, ക്വാഡ്രിലാറ്ററൽ എടുത്തു. സോ ഇതിന്റെ എക്സ്റ്റെൻഡ് ചെയ്യുന്നതാണ്, ഇതാണല്ലോ ഇതിന്റെ എന്താ പറയുക എക്സ്റ്റീരിയർ ആംഗിൾ, ഇതിന്റെ ഇന്റീരിയർ ആംഗിൾ. ഇതൊരു വരയ്ക്ക് ചുറ്റും വരുന്നതായതുകൊണ്ട് തന്നെ ഇവരുള്ള സം എന്തായിരിക്കും 180 ആയിരിക്കും. സോ അത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്, സം ഓഫ് എക്സ്റ്റീരിയർ ആംഗിൾ പ്ലസ് ഇന്റീരിയർ ആംഗിൾ വിച്ച് ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി ആയിരിക്കും. ഇനി ഇതിൽ നിന്ന് ഒരു റൂൾ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംഗിൾ ബൈസെക്ടർ ആണ്. ഇതിന്റെ ഇപ്പൊ കുറച്ച് ഈ ഒരു പോർഷൻ എല്ലാവരും ചെയ്ത് വരച്ചു കഴിഞ്ഞാൽ ഈ ഒരു ആംഗിളിന്റെ ഇത് തന്നെയാണ്. സോ ഈ ഒരു ആംഗിളിന്റെ ആംഗിൾ ബൈസെക്ടർ വരച്ചു, നമുക്ക് ഈ ഒരു ആംഗിളിന്റെ ആംഗിൾ ബൈസെക്ടർ വരച്ചു. ഈ ആംഗിളിന്റെ ആംഗിൾ ബൈസെക്ടർ ഇതിപ്പോ തീറ്റ ആണെങ്കിൽ ഇത് 180 മൈനസ് തീറ്റ ആയിരിക്കുമല്ലോ. സോ ഇത് അപ്പം θ/2 ആണെങ്കിൽ ഇതും θ/2, കാരണം ഇതിന്റെ ആംഗിൾ ബൈസെക്ടർ ആണ് ഈ പോകുന്നത്. നമുക്ക് ഇതിന്റെ ആംഗിൾ ബൈസെക്ടർ, ഈ ആംഗിൾ ബൈസെക്ടർ ആണ്. അപ്പോൾ ഇതെന്തായിരിക്കും, ഇത് 180 മൈനസ് θ/2 ഉം ഇത് 180 മൈനസ് θ/2 ആയിരിക്കും. സോ നമുക്ക് ഇവിടെ വേണ്ടത് ഇത് വേണം, ഇതിനെ വിളിക്കുന്നത് ഇന്റേണൽ ബൈസെക്ടർ. കാരണം ഇന്റേണൽ ആംഗിളിനെ ബൈസെക്ട് ചെയ്യുന്നത് ഇന്റേണൽ ബൈസെക്ടർ, എക്സ്റ്റേണൽ ആംഗിളിനെ ബൈസെക്ട് ചെയ്യുന്നത് എക്സ്റ്റേണൽ ബൈസെക്ടർ. സോ ഇന്റേണൽ ബൈസെക്ടറും എക്സ്റ്റേണൽ ബൈസെക്ടറും സെയിം വെർട്ടെക്സിൽ ഓൾവേസ്, ഇന്റേണൽ ബൈസെക്ടറും എക്സ്റ്റേണൽ ബൈസെക്ടറും തമ്മിലുള്ള ഈ ആംഗിൾ എന്താണ്, അത് ആഡ് ചെയ്തു θ/2 പ്ലസ് 180 മൈനസ് θ/2. സോ ഇതാണ് പറയുന്നത് ഇന്റേണൽ ബൈസെക്ടറും എക്സ്റ്റേണൽ ബൈസെക്ടറും ഓഫ് ദ സെയിം വെർട്ടെക്സ്, ഒരു സെയിം വെർട്ടെക്സ് എടുക്കുക, സെയിം ഒരു മൂല എടുക്കുക, ആ മൂലയുടെ ഇന്റേണൽ ബൈസെക്ടറും വരയ്ക്കുക, എക്സ്റ്റേണൽ ബൈസെക്ടറും വരയ്ക്കുക, അത് ഓൾവേസ് പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ ആയിരിക്കും. ഓരോ പോളിഗൺ ഇനി എടുക്കുകയാണ്. ഫസ്റ്റ് നമ്മുടെ പോളിഗൺ 3 സൈഡുള്ള n=3 ഉള്ള ട്രയാങ്കിൾ. ഇത് നമ്മൾ എടുക്കുന്നു, ഓരോ പോളിഗൺ നോക്കുകയാണ്. ഫസ്റ്റ് നമ്മൾ എടുക്കുന്ന പോളിഗൺ ആണ് n=3 വരുന്ന ട്രയാങ്കിൾ. ട്രയാങ്കിളിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഒരു ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ എ എന്ന് പറയുന്ന ആംഗിൾ, ബി എന്ന് പറയുന്ന വെർട്ടെക്സ്, സി എന്ന് പറയുന്ന വെർട്ടെക്സ്. ഓക്കെ, എ എന്ന് പറയുന്ന വെർട്ടെക്സിന് ഓപ്പോസിറ്റ് ഉള്ളത് ഞാൻ എ എന്നും, ബിക്ക് ഓപ്പോസിറ്റ് ഉള്ളത് ബി എന്നും, സിക്ക് ഓപ്പോസിറ്റ് ഉള്ളത് സി എന്നും അടയാളപ്പെടുത്തി. അടയാളപ്പെടുത്തുന്നില്ല, ജസ്റ്റ് ഫോർ സിമ്പിൾ നമുക്ക് അടയാളപ്പെടുത്തി. ഇനി എപ്പോഴും ട്രയാങ്കിൾസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് രണ്ട് വശങ്ങൾ തമ്മിൽ കൂട്ടുമ്പോൾ അത് മൂന്നാമത്തെ വശത്തേക്കാൾ എല്ലായ്പ്പോഴും എന്തായിരിക്കും, വലുതായിരിക്കും. അപ്പോൾ അങ്ങനെ വെച്ച് പറയുവാണെങ്കിൽ എയും ബിയും കൂടെ കൂട്ടിയാൽ അത് സിയേക്കാൾ കൂടുതലായിരിക്കും. അതേകണക്ക് തന്നെ ബിയും സിയും കൂടെ കൂട്ടിയാൽ അത് എയേക്കാൾ കൂടുതലായിരിക്കും. ബിയും സിയും കൂടെ കൂട്ടിയാൽ അത് എയേക്കാൾ കൂടുതലായിരിക്കും. അതേകണക്ക് തന്നെ എയും സിയും കൂടെ കൂട്ടിയാൽ അത് ബിയേക്കാൾ കൂടുതലായിരിക്കും. എയും സിയും കൂടെ കൂട്ടിയാൽ ബിയേക്കാൾ കൂടുതലായിരിക്കും. ഇനി കൂട്ടുന്നതല്ലേ പറഞ്ഞത്, ഇനി ഡിഫറൻസ് എടുത്ത് നോക്കാം. എയും ബിയും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് സിയേക്കാൾ ചെറുതായിരിക്കും. അതേകണക്ക് തന്നെ ബിയും സിയും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് എയേക്കാൾ ചെറുതായിരിക്കും. എയും സിയും തമ്മിലുള്ള ഡിഫറൻസ് എന്തായിരിക്കും, ബിയേക്കാൾ ചെറുതായിരിക്കും. രണ്ട് വശങ്ങൾ സം എടുത്തു കഴിഞ്ഞാൽ അത് മൂന്നാമത്തെ വശത്തേക്കാൾ കൂടുതലായിരിക്കും. രണ്ട് വശങ്ങൾ ഡിഫറൻസ് എടുത്താൽ അത് മൂന്നാമത്തെ വശത്തേക്കാൾ ചെറുതായിരിക്കും. അതാണ് ഇതിന്റെ പേര് എന്ന് പറയുന്നത്. സോ ഈ രണ്ടെണ്ണത്തെ കൂടെ നമ്മളൊരു കോമൺ ഒരു ഇതിലോട്ട് കൊണ്ടുവന്നാൽ നമുക്ക് എഴുതാം a - b എന്ന് പറയുന്നത് സിയേക്കാൾ വലുതായിരിക്കും, സി ആരെക്കാൾ a+b. അതായത് ഇത് തന്നെയാണ് രണ്ട് വശങ്ങൾ തമ്മിൽ ആഡ് ചെയ്യുന്നത്. രണ്ട് വശങ്ങൾ തമ്മിൽ ആഡ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും വലുത്. രണ്ട് വശങ്ങൾ തമ്മിൽ ആഡ് ചെയ്യുന്നതായിരിക്കും വലുത്. രണ്ട് വശങ്ങൾ മൈനസ് ചെയ്ത് ചെറുതായിരിക്കും. അത് മൂന്നാമത്തെ വശമായിട്ട് കമ്പയർ ചെയ്താൽ പറയുന്നത് മൂന്നാമത്തെ വശമുണ്ട്. ഇത് ഏതുകൊണ്ട് സി എടുത്തുകൊണ്ട് ഒരു വശമുണ്ട്. മറ്റേ തമ്മിൽ ആഡ് ചെയ്യുന്നതിനും ഡിഫറൻസ് എടുക്കുന്നതിനും ഇടയ്ക്കായിരിക്കും സിയുടെ വാല്യൂ എന്ന് പറയുന്നത്. ഓരോ ട്രയാങ്കിൾ പറയാം. ഫസ്റ്റ് നമ്മൾ എടുക്കുന്ന ട്രയാങ്കിൾ ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്, ഇക്വലാറ്ററൽ ട്രയാങ്കിൾ. അല്ലെങ്കിൽ റെഗുലർ ട്രയാങ്കിൾ എന്ന് വിളിക്കാം. റെഗുലർ ട്രയാങ്കിൾ എസ്പെഷ്യലി പേര് ഇക്വലാറ്ററൽ ട്രയാങ്കിൾ. സോ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ പ്രത്യേകം വെച്ച് കഴിഞ്ഞാൽ അതിന് പ്രത്യേകം എന്താ, എല്ലാ വശവും കാരണം റെഗുലർ ആണ്, എല്ലാ വശവും തുല്യമായ വശങ്ങൾക്കെതിരെ വരുന്ന ആംഗിളുകൾ തുല്യമായതുകൊണ്ട് തന്നെ ഈ വശം ഇതും സെയിം ആണ്. സോ ഇതിനെ ക്രോസ് വരുന്ന ആംഗിൾ നമുക്കറിയാം. ഇതിന് വരുന്ന ക്രോസ് വരുന്ന ആംഗിൾ എന്താണോ അത് തന്നെ ആയിരിക്കും ഇതിനെ ക്രോസ് വരുന്നതും, അത് തന്നെ ആയിരിക്കും ഇതിനെ ക്രോസ് പോകുന്നതും. സോ അതിനർത്ഥം പിന്നെ മൊത്തത്തിൽ 180 ആയിരിക്കും. 180 3 ഈക്വൽ ആംഗിൾ ആണ്. സോ 180/3 അങ്ങനെയാണ് 360 വരുന്നത്. ഓക്കെ, ഇക്വലാറ്ററൽ ട്രയാങ്കിൾ പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഇക്വലാറ്ററൽ ട്രയാങ്കിളിനകത്ത് നമ്മൾ പെർപെൻഡിക്കുലർ വരയ്ക്കുകയാണ്. നമ്മൾ പ്രൊട്രാക്ടർ എടുത്തുകൊണ്ട് ഇതിന്റെ ഒരു വെർട്ടെക്സിൽ നിന്നും ഇതിന്റെ ഈ ഒരു സൈഡിലോട്ട് പെർപെൻഡിക്കുലർ നമ്മൾ വരച്ചു. ഈ പെർപെൻഡിക്കുലർ നമ്മൾ വരച്ചപ്പം ഈ പെർപെൻഡിക്കുലർ വരച്ചിട്ട് നമ്മൾ നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇവിടെയുള്ള വാല്യൂ ഇവിടുത്തെ വാല്യൂ തുല്യമായിരിക്കും. എന്നൊക്കെ എന്താ, ഈ പെർപെൻഡിക്കുലർ ഒരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആയിട്ടാണ് വന്നത്. ഈ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണ്. കാരണം എന്താ, നമ്മൾ ഓട്ടോമാറ്റിക്കലി പെർപെൻഡിക്കുലർ ആണ് വരച്ചത്, പക്ഷേ ഇതെന്ത് ചെയ്തു, ബൈസെക്ട് ചെയ്തു. സോ ബൈസെക്ടർ ആയി. ഇനി നമ്മൾ ഈ ആംഗിൾ പോയി നോക്കിയാൽ ഇതെന്താണോ, ഇത് 13 ആണ്, ഇതും 13 ആണ്. അതായത് ആംഗിളിനെ ഈക്വലി കട്ട് ചെയ്യുന്നുണ്ട്. സോ അതിനർത്ഥം ഇതെന്താണ്, ഇതൊരു ആംഗിൾ ബൈസെക്ടർ ആണ്. അപ്പോൾ എന്താണ്, നമ്മൾ ഒന്നും ചെയ്താൽ പെർപെൻഡിക്കുലർ മാത്രമേ വരച്ചുള്ളൂ. അപ്പോൾ അതൊരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആയി, ഒരു ആംഗിൾ ബൈസെക്ടർ ആയി. ഇനി ഇതിന് മറ്റു പേര് വിളിക്കുന്നത് ഹൈറ്റ് അല്ലേ. ഓക്കെ, ഇത് ഹൈറ്റ് ആണ്. ഇനി നോക്കൂ, മീഡിയൻ എന്ന് പറഞ്ഞാൽ എന്താ, ഏതെങ്കിലും ഒരു ട്രയാങ്കിളിന്റെ മിഡ് പോയിന്റ് കണ്ടുപിടിച്ചിട്ട് അതിന്റെ ഓപ്പോസിറ്റ് വെർട്ടെക്സിലോട്ട് വരയ്ക്കുന്ന വരെയാണെന്ന് പറയുന്നത് മീഡിയൻ എന്ന് പറഞ്ഞാൽ മിക്കപ്പോഴും ചരിഞ്ഞൊക്കെ ആയിരിക്കും വരാറ്. നമ്മൾ ഒരു ട്രയാങ്കിൾ എടുത്ത് മിഡ് പോയിന്റ് കണ്ടുപിടിക്കുക,
മൂല കണ്ടുപിടിക്കുക, അവർ തമ്മിൽ കണക്ട് ചെയ്യുക. സോ അത് 90 ഡിഗ്രി ആവണം നിർബന്ധമൊന്നുമില്ല, ആവാതിരിക്കാം. പക്ഷേ ഇവിടെ നമ്മൾ പെർപെൻഡിക്കുലർ വരയ്ക്കുമ്പോൾ ഇവിടെ എന്താ പറ്റുന്നത്, ഇത് മീഡിയൻ കൂടിയാണ്. കാരണം നമുക്ക് മിഡ് പോയിന്റും ഒരു വെർട്ടെക്സ് കണക്ട് ചെയ്യുന്ന മീഡിയൻ ആണ്. സോ ഇവിടെ എന്തൊക്കെ വന്നത്, മീഡിയൻ ആണ്. മീഡിയൻ എന്ന് പറയുന്നതും ഹൈറ്റ് എന്ന് പറയുന്നതും ആംഗിൾ ബൈസെക്ടർ എന്ന് വിളിക്കുന്നതും പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്ന് വിളിക്കുന്നതും പെർപെൻഡിക്കുലർ എന്ന് പറയുന്നതും എല്ലാം ഒന്നിനെയാണ്. മീഡിയൻ എന്ന് വിളിക്കുന്നതും ഹൈറ്റ് എന്ന് വിളിക്കുന്നതും ആംഗിൾ ബൈസെക്ടർ എന്ന് വിളിക്കുന്നതും പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്ന് വിളിക്കുന്നതും പെർപെൻഡിക്കുലർ എന്ന് വിളിക്കുന്നതും എല്ലാം ഒരൊറ്റ സാധനമാണ് ഇക്വലാറ്റർ ട്രയാംഗിൾ. ഇനി ഈ ഒരു വശത്ത് മാത്രമാണ് നമുക്ക് പെർപെൻഡിക്കുലർ വരയ്ക്കാൻ പറ്റുന്നത്. ഇനി ഈ വശത്ത് ഈ ഒരു വെർട്ടെക്സിൽ നിന്നും ഇങ്ങോട്ട് പെർപെൻഡിക്കുലർ വരച്ചു, ഇനി ഈ ഒരു വെർട്ടെക്സിൽ നിന്നും ഇങ്ങോട്ട് പെർപെൻഡിക്കുലർ വരച്ചു. ഇവരെല്ലാം കൂടെ കൂട്ടിമുട്ടുന്ന പോയിന്റ് ഉണ്ട്. ഈ പോയിന്റിന് കുറെ പ്രത്യേകതകളുണ്ട്, അത് ഞാൻ പറഞ്ഞു. ഇനി പ്രത്യേകത വെച്ചാൽ ഈ പെർപെൻഡിക്കുലറുകളും സെയിം ലെങ്ത് ആയിരിക്കും. all the three perpendiculars are equal length. ഈ എല്ലാ പെർപെൻഡിക്കുലർസും ഈക്വൽ ലെങ്ത് ആയിരിക്കും. രണ്ട് കാര്യങ്ങൾ പറഞ്ഞു, ഒന്ന് രണ്ട് സെന്റൻസ് അതുപോലെ ഒത്തുക, രണ്ടാമത് പറഞ്ഞ എല്ലാം ഈക്വൽ ലെങ്ത് ആയിരിക്കും. ഇനി ട്രാൻസ്ലേസ് ട്രയാംഗിൾ. ഐസോസെലസ് ട്രയാംഗിൾ എന്ന് പറയുമ്പോൾ രണ്ട് വശങ്ങൾ മാത്രമേ തുല്യമുള്ളൂ. ഓക്കെ, അപ്പോൾ തുല്യമായ വശങ്ങൾക്കെതിരെ വരുന്ന ആംഗിൾ തുല്യമായതുകൊണ്ട് തന്നെ ഈ ആംഗിളും സെയിം ആയിരിക്കും. ഇതാണ് അൺഈക്വൽ സൈഡ്, ഇതാണ് അൺഈക്വൽ വെർട്ടെക്സ്. സോ അൺഈക്വൽ സൈഡും ഉണ്ട്, അൺഈക്വൽ വെർട്ടെക്സും ഉണ്ട്. ഇനി പ്രത്യേകത നിൽക്കുന്നതെന്ന് പറയുന്നത് തുല്യമായ വശങ്ങൾക്കെതിരെയുള്ള ആംഗിൾസ് തുല്യമെന്ന് പറയുന്നത് പോലെ തുല്യമായ വശത്തിൽ നിന്ന് വരച്ച പെർപെൻഡിക്കുലർ നീളവും സെയിം ആയിരിക്കും. അതായത് ഇവിടെ ഇങ്ങോട്ട് വരയ്ക്കുന്ന പെർപെൻഡിക്കുലറും ഇവിടെ നമ്മൾ ഇങ്ങോട്ട് വരയ്ക്കുന്ന പെർപെൻഡിക്കുലറും സെയിം ആയിരിക്കും. പ്രത്യേകിച്ച് പ്രോപ്പർട്ടീസ് ഒന്നുമില്ല. ഇവിടെ നമ്മൾ ഇങ്ങോട്ട് പെർപെൻഡിക്കുലർ വരച്ചാലും ഇവിടെ ഇങ്ങോട്ട് പെർപെൻഡിക്കുലർ വരച്ചാലും ആ പെർപെൻഡിക്കുലർ എന്ന് പറയുന്നത് എന്താണ്, സെയിം ആയിരിക്കും. അതിന്റെ നീളം സെയിം ആയിരിക്കും. ഇനി പ്രത്യേകത മൊത്തം കിടക്കുന്നത് ഈ ഒരു അൺഈക്വൽ സൈഡും അൺഈക്വൽ വെർട്ടെക്സും ആണ്. അൺഈക്വൽ സൈഡും അൺഈക്വൽ വെർട്ടെക്സും തമ്മിൽ നമ്മളൊരു കണക്ട് ചെയ്തുകൊണ്ട് ഒരു പെർപെൻഡിക്കുലർ വരച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കും, ആ പെർപെൻഡിക്കുലർ ഇവിടെ പറഞ്ഞതുപോലെ മീഡിയൻ ആയിരിക്കും. പക്ഷേ ഈ വശത്തിന്റെ മീഡിയൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ മീഡിയം ഓഫ് ആ വശത്തിന്റെ മീഡിയം ആയിരിക്കും, മീഡിയം ഓഫ് ആ വശത്തിന്റെ മീഡിയം ആയിരിക്കും, ആ വശത്തിന്റെ മീഡിയൻ ആയിരിക്കും. ഓക്കെ, അതിനൊക്കെ തന്നെ ഈ ആംഗിളിന്റെ അൺഈക്വൽ ആംഗിളിന്റെ ആംഗിൾ ബൈസെക്ടർ ആയിരിക്കും. ആ അൺഈക്വൽ ആംഗിളിന്റെ ആംഗിൾ ബൈസെക്ടർ ആയിരിക്കും. അതിനൊക്കെ തന്നെ ഈ ബേസിനെ സംബന്ധിച്ചിടത്തോളം ഹൈറ്റ് ആയിരിക്കും. സോ ആ ബേസിന്റെ എന്തായിരിക്കും, ഹൈറ്റ് ആയിരിക്കും. അതിനൊക്കെ തന്നെ ഈ വശത്തിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആയിരിക്കും. സോ ആ വശത്തിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആയിരിക്കും. അതിനൊക്കെ തന്നെ ഓൾറെഡി നമ്മൾ പറഞ്ഞത് പെർപെൻഡിക്കുലറും ആണ്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇവിടെ പറയാം. പെർപെൻഡിക്കുലർ ആണ്, പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണ് വശത്തിന്റെ. ആ ആംഗിളിന്റെ ആ വെർട്ടെക്സ് ഉണ്ടാക്കുന്ന ആ ആംഗിളിന്റെ ആംഗിൾ ബൈസെക്ടർ ആണ്. ആ വശത്തിന്റെ ഹൈറ്റ് ആണ്, ആ വശത്തിന്റെ മീഡിയൻ ആണ്. പിന്നെ തുല്യമായ വശങ്ങൾക്കെതിരെയുള്ള ആ തുല്യമായ വശം ഉണ്ടല്ലോ, അവിടെ വരുന്ന രണ്ട് പെർപെൻഡിക്കുലറുകളുടെ നീളം തുല്യമായിരിക്കും. ഇനി ഫസ്റ്റ് ഒരു റൂളാണ് ട്രയാംഗിൾസിനകത്ത് വരുന്ന കൊസൈൻ റൂൾ. കൊസൈൻ റൂൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ട്രയാംഗിൾ എടുക്കാം. എക്കെതിരെയുള്ള വശം എന്നും ബിക്കെതിരെയുള്ള വശം ബി എന്നും സിക്കെതിരെയുള്ള വശം സി എന്നും എടുത്തു. സോ കോസ് ഓഫ് ദ ആംഗിൾ ഓഫ് എ എന്ന ആംഗിളിന്റെ കോസ് വാല്യൂ. സോ എ എന്ന ആംഗിളിന്റെ കോസ് വാല്യൂ എന്ന് പറയുമ്പോൾ ഈ വെർട്ടെക്സിലുള്ളതല്ലേ. സോ അവിടെ നിന്നുള്ള വശങ്ങൾ, അതായത് ബിയും അവിടെ നിന്നുള്ള വശങ്ങൾ, അതായത് സിയും ബിയും അവരുടെ സ്ക്വയറുകൾ തമ്മിൽ ആഡ് ചെയ്തിട്ട് ആരുടെ സ്ക്വയർ കുറച്ച് കളയുക, അല്ലാത്ത ഈ റിലേഷൻ വരാത്ത വെർട്ടെക്സിൽ വരാത്ത ആരുടെ സ്ക്വയർ കുറച്ച് കളയുക, ഡിവൈഡ് ബൈ 2 ആ വെർട്ടെക്സിലുള്ള 2CB. ഇതാണ് എ എന്ന കേസിൽ എഴുതുന്നത്. കോസ് ബി എന്തായിരിക്കും, ബി എന്ന് പറഞ്ഞാൽ ബി എന്ന ആംഗിളിൽ നിന്ന് പോകുന്ന രണ്ട് വശങ്ങളുടെ സ്ക്വയറുകൾ കൂട്ടിയിട്ട് വരാത്ത വശം കുറച്ചിട്ട് 2 ഇൻറ്റു ആ രണ്ട് വശങ്ങൾ AC. കോസ് സി എന്തായിരിക്കും, സിയിൽ നിന്ന് പോകുന്ന ആ രണ്ട് വശങ്ങൾ A സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ, ഇല്ലാത്ത വശം കുറച്ച് കളയുക, ഡിവൈഡ് ബൈ 2 ആ രണ്ട് വശം 2AB. ഇതാണ് കൊസൈൻ റൂൾ. എക്സ്റ്റീരിയർ ആംഗിൾ തിയറം. എക്സ്റ്റീരിയർ ആംഗിൾ തിയറം പറയുന്നത് ഒരു ട്രയാംഗിൾ ഉണ്ട്. ഈ പറഞ്ഞ ട്രയാംഗിൾ എഴുതാം ABC, കോണിന്റെ വളവ് A, B എന്ന വശത്ത് കോണ്ടളവ് B, C എന്ന വശത്ത് കോണ്ടളവ് C. ഇനി ഓരോ വശവും നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുകയാണ് എന്ന് വെച്ചാൽ എന്താ, എക്സ്റ്റെൻഡ് ചെയ്യുകയാണ്. ഈ വശം ഞാൻ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തു, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, എക്സ്റ്റീരിയർ ആംഗിൾ കിട്ടൂലേ. ഇവിടെ നമുക്ക് ഒരു എക്സ്റ്റൻഷൻ കൊടുക്കാം, അപ്പോൾ ഇവിടെ എന്ത് കിട്ടും, എക്സ്റ്റീരിയർ ആംഗിൾ കിട്ടും. സോ ഇതിന്റെ എക്സ്റ്റീരിയർ ആംഗിൾ ഇങ്ങനെ കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ പ്രൊഡ്യൂസ് ഇങ്ങോട്ട് താഴോട്ടാണ് ആകുന്നതെങ്കിൽ ഇതിന്റെ എക്സ്റ്റീരിയർ ആംഗിൾ ഇത് വരും. എന്തോ ഇത് രണ്ട് സെയിം ആകുമ്പോൾ എക്സ് കണക്കിരിക്കുന്നുണ്ട്, ഇതെന്താണ് അത് തന്നെ ഇത്. സോ ഒന്നുമില്ല, നമുക്കിപ്പം ഏതൊരു വശത്തോട് നീട്ടി, ഈ വശത്തോട് നീട്ടി, ദെൻ ഇതിനെ ഞാൻ ഈ വശത്തോട് നീട്ടി. അപ്പോൾ നമ്മുടെ ചോദിക്കുന്ന ഈ എക്സ്റ്റീരിയർ ആംഗിൾസ് എങ്ങനെ കണ്ടുപിടിക്കാം. അപ്പോൾ എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് പറയുന്നത് എക്സ്റ്റീരിയർ ആംഗിൾ ഓഫ് എ ട്രയാംഗിൾ ഈസ് ഈക്വൽ ടു ദ സം ഓഫ് ദ ടു ഓപ്പോസിറ്റ് ഇന്റീരിയർ ആംഗിൾസ്. ഇതാണ് എക്സ്റ്റീരിയർ ആംഗിൾ തിയറം പറയുന്നത്. അപ്പോൾ എക്സ്റ്റീരിയർ ആംഗിൾ തിയറം പറയുന്നത് ഇവിടുത്തെ കേസ് പറയാം. എക്സ്റ്റീരിയർ ആംഗിൾ തിയറം പറയുന്നത് ഒരു ആംഗിളിന്റെ എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ഇന്റീരിയർ ആംഗിൾസിന്റെ സം ആയിരിക്കും. എന്ന് വെച്ചാൽ ഇത്ര വലിച്ചാൽ മതി. ഇവിടുത്തെ ആംഗിൾ എന്താണെന്ന് വെച്ചാൽ ഈ ആംഗിളിന്റെ ഓപ്പോസിറ്റ് വരുന്ന രണ്ടുപേരുടെ സം, അപ്പോൾ A പ്ലസ് C ആയിരിക്കും. ഈ ആംഗിൾ അതായത് ഇവിടുത്തത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ അടുത്ത് വരുന്ന ആംഗിൾ ഏതായി, എക്ക് ഓപ്പോസിറ്റ് വരുന്ന ബിയും സിയും. സോ ബിയും സി ഇവിടെ കൂട്ടിയിരിക്കുക. ഇവിടുത്തെ ആംഗിൾ എന്താണെന്ന് ചോദിച്ചാൽ സിക്ക് ഓപ്പോസിറ്റ് വരുന്ന രണ്ടും കൂടെ A പ്ലസ് ബി കൂട്ടിയിരിക്കുക. ഇതാണ് എക്സ്റ്റീരിയർ ആംഗിൾ തിയറം പറയുന്നത്. ഒന്നുകൂടെ പറഞ്ഞാൽ A B C ഉണ്ട്, എ നമ്മൾ നീട്ടി, ബി എ ഇതിനെ നീട്ടി, അതിനകത്ത് തന്നെ ഇതിനെ നീട്ടി. സോ ഈ ആംഗിൾ എന്താണെന്ന് ചോദിച്ചാൽ A പ്ലസ് സി ആയിരിക്കും. കാരണം ഇതിനെ ഓപ്പോസിറ്റ് രണ്ടും കൂട്ടിയിരിക്കുക. ഇതെന്താണെന്ന് ചോദിച്ചാൽ ഓപ്പോസിറ്റ് ബിയും സിയും കൂടെ കൂട്ടിയിരിക്കുക. ഇതെന്താണെന്ന് ചോദിച്ചാൽ ഇത് രണ്ടും കൂടെ ഇതിനടുത്ത് വരുന്ന ആംഗിൾസിന് അപ്പുറം കിടക്കുന്നത്. സോ A പ്ലസ് ബി. ഇതാണ് എക്സ്റ്റീരിയർ ആംഗിൾ തിയറം. ഇനി ട്രയാംഗിളിന്റെ മീഡിയൻ എന്താണെന്നാണ് പറയുന്നത്. ട്രയാംഗിൾ എന്ന് പറയുമ്പോഴത്തേക്കും മീഡിയൻ എന്ന് പറഞ്ഞാൽ മീഡിയൻ ഇസ് എ ലൈൻ ഡ്രോൺ ഫ്രം എ വെർട്ടെക്സ് ദിസ് കോർണർ ഓഫ് എ ട്രയാംഗിൾ ടു ദ മിഡ് പോയിന്റ് ഓഫ് ദ ഓപ്പോസിറ്റ് സൈഡ്. സോ ഇപ്പോൾ അപ്പം ഇതാണ് ഒരു മീഡിയയുടെ ഡെഫിനിഷൻ. ഒന്നുമില്ല, ഒരു വെർട്ടെക്സിൽ നിന്നും അതിന് ഓപ്പോസിറ്റ് സൈഡിന്റെ മിഡ് പോയിന്റിലോട്ട് വരയ്ക്കുക. മിഡ് പോയിന്റ് ഇവിടെ ആണെങ്കിൽ ഇവിടെ വരയ്ക്കാം. സോ ഇതാണെന്ന് പറയുന്നത് മീഡിയൻ. അങ്ങനെ നമുക്ക് ട്രയാംഗിൾ 3 മീഡിയൻസ് വരയ്ക്കാൻ പറ്റും. ഇത് ഒരു വശത്തിന്റെ മീഡിയൻ, ഈ ഒരു വശവും ഈ ഒരു വെർട്ടെക്സ് കണക്ട് ചെയ്തോണം വരയ്ക്കാം. അത് നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. അങ്ങനെ 3 മീഡിയൻസ് ഒരു ട്രയാംഗിൾ വരയ്ക്കാനായിട്ട് പറ്റും. ഇനി 3 മീഡിയൻസ് നമ്മൾ വരച്ചു, എന്നിട്ട് നമുക്ക് നോക്കുമ്പോഴത്തേക്കും ഈ 3 മീഡിയൻസ് കൂടെ ഒരു പോയിന്റ് കൂടെ കടന്നു പോകുന്നതായിട്ട് നമുക്ക് മനസ്സിലാവും. ആ പോയിന്റ് നമ്മൾ വിളിക്കുന്ന പേരാണ് സെൻട്രോയിഡ് അഥവാ ജി. ഇതിനോട് സിമ്പിൾ ആണ് ജി. അപ്പോൾ എന്താണ് സെൻട്രോയിഡ്? സെൻട്രോയിഡ് എന്ന് പറഞ്ഞാൽ സെൻട്രോയിഡ് ഇസ് എ കോമൺ പോയിന്റ് വേർ ഓൾ 3 മീഡിയൻസ് മീറ്റ്. അപ്പോൾ ഇതൊരു കൺകറന്റ് പോയിന്റ് ആണ്. അതായത് കൺകറന്റ് എന്താ, ഒന്നിലധികം വരകൾ ഒരു പർട്ടിക്കുലർ പോയിന്റ് കൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ ആ വരകളെല്ലാം കൺകറന്റ് ആണ്.
ഓക്കെ, അപ്പോൾ കൺകറന്റ് ലൈൻസ് ആണ് ഇവരെല്ലാം. സോ ആ കടന്നു പോകുന്ന ആ ഒരു കോമൺ പോയിന്റിനെ വിളിക്കുന്ന പേരാണ് സെൻട്രോയിഡ്. സെൻട്രോയിഡിനെ യൂഷ്വലി ഡിനോട്ട് ചെയ്യുന്ന ലെറ്ററാണ് ജി. സെൻട്രോയിഡിന്റെ ഏറ്റവും വലിയ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് സെൻട്രോയിഡ് കട്ട് ചെയ്യുന്നത് 2:1 റേഷ്യോയിലായിരിക്കും. അപ്പം സെൻട്രോയിഡ് എന്ന് പറയുന്നത് 2:1 റേഷ്യോയിലായിരിക്കും നിൽക്കുന്നത് മനസ്സിലാക്കാം. അപ്പോൾ എവിടുന്ന് 2 എവിടുന്ന് 1, വെർട്ടെക്സിൽ നിന്നും സെൻട്രോയിഡ് വരെ 2 പാർട്ടും സെൻട്രോയിഡ് ടു ബേസിലോട്ട് പോകുന്ന ആ ഒരു പർട്ടിക്കുലർ പാർട്ടിൽ 1 പാർട്ടും ആണ് വരുന്നത്. സെൻട്രോയിഡ് പ്രധാനപ്പെട്ട പ്രത്യേകത സെൻട്രോയിഡ് എന്ന പോയിന്റ് മീഡിയൻ ഏതൊരു മീഡിയനെയും ഡിവൈഡ് ചെയ്ത് 2:1 റേഷ്യോയിലായിരിക്കും. എവിടെ 2 എവിടെ 1 എന്ന് വെച്ചാൽ വെർട്ടെക്സിൽ നിന്നും സെൻട്രോയിഡ് വരെ 2ഉം സെൻട്രോയിഡ് ടു ആ ബേസ് വരെ പോകുന്നില്ലേ അവിടെ 1ഉം ആയിരിക്കും. സോ ഇതാണ് സെൻട്രോയിഡിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ ഈ ഒരു കേസിൽ എടുത്താൽ ഈ ഒരു സെൻട്രോയിഡ് ഈ ഒരു മീഡിയനെ ഇവിടെ 2:1 ആയിരിക്കും. അതായത് ഈ ഒരു സെൻട്രോയിഡ് ഈ ഒരു മീഡിയൻ കേസിൽ എടുത്താൽ വെർട്ടെക്സ് ടു അവിടെ 2 ബാക്കി 1. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് സെൻട്രോയിഡിന്റെ ഒരു റിലേഷൻ എന്ന് പറയുന്നത്. ഇനി 3 മീഡിയൻ, ഒരു മീഡിയന്റെ വാല്യൂ M1, മറ്റേ മീഡിയന്റെ വാല്യൂ M2, മൂന്നാമത്തെ മീഡിയന്റെ വാല്യൂ M3 തന്നിട്ടുണ്ടെങ്കിൽ ട്രയാങ്കിളിന്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കാം? ഏരിയ വിച്ച് ഈസ് ഈക്വൽ ടു 4/3 ഇൻറ്റു റൂട്ട് ഓഫ് S ഇൻറ്റു S മൈനസ് M1 ഇൻറ്റു S മൈനസ് M2 ഇൻറ്റു S മൈനസ് M3 ആണ്. എസ് എന്താ? എസ് എന്ന് പറഞ്ഞാൽ സെമി എന്നുള്ള വാല്യൂന്റെ ആണ് എസ്. നമ്മളിപ്പോൾ സെമി പെരിമീറ്റർ എന്ന് പറയുന്നുണ്ട്. സെമി എന്നാണ്. അപ്പോൾ സെമിയാണ്. എന്തിന്റെ സെമിയാണ്? M1 പ്ലസ് M2 പ്ലസ് M3യുടെ സെമി, അതായത് ഹാഫ്. ഇതാണ് ഏരിയ നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഫോർമുല ബൈ നോയിങ് 3 മീഡിയൻസിന്റെ നീളം. അടുത്തൊരു തിയറമാണ് അപ്പോളോണിയസ് തിയറം എന്ന് വിളിക്കും. ഇതെന്താ? ബി സി ആ ട്രയാങ്കിൾ ഞാൻ എന്തും വരയ്ക്കുന്നുണ്ട്? മീഡിയൻസും വരയ്ക്കുന്നുണ്ട്. ഇതിന്റെ സെന്റർ പോയിന്റ് കണ്ടുപിടിക്കുന്നു, വെർട്ടെക്സോട് കണക്ട് ചെയ്യുന്നു. ഈ ഒരു വർഷത്തിന്റെ സെന്റർ പോയിന്റ് കണ്ടുപിടിക്കുന്നു, അത് വെർട്ടെക്സോട് കണക്ട് ചെയ്യുന്നു. കണക്ട് ചെയ്യുന്ന ഈ പോയിന്റ് ആണ് സെന്ററോട്. സോ അപ്പോളോണിയസ് തിയറം പറയുന്നത് അപ്പോളോണിയസ് തിയറം കണക്ട് ചെയ്യുന്നത് വശങ്ങളുടെ സ്ക്വയർ, ഏതെങ്കിലും 2 വശങ്ങളുടെ സ്ക്വയർ എടുക്കുക. അതെന്ന് പറയുന്നത് ചോയ്സ് ഓഫ് സംതിങ് ആയിരിക്കും. ഓക്കെ, അപ്പം വശങ്ങളുടെ ഏതെങ്കിലും 2 വശങ്ങളുടെ സ്ക്വയർ എടുക്കുക, ചോയ്സ് ഓഫ് സംതിങ് ആയിരിക്കും. ആ ചോയ്സ് ഓഫ് സംതിങ് എന്താണെന്ന് പറയാം. അപ്പോൾ അതിന് എ ബിയും എ സിയും എടുക്കാം. സോ എ ബിയുടെ സ്ക്വയറും പ്ലസ് എ സിയുടെ സ്ക്വയറും ചോയ്സ് ഓഫ് സംതിങ് ആണ്. സംതിങ് എന്താണെന്ന് പറയാം. അപ്പം അപ്പോളോണിയസ് തിയറം പറയുന്നത് ഏതെങ്കിലും 2 വശങ്ങളുടെ സ്ക്വയറുടെ സം എന്ന് പറയുന്നത് ചോയ്സ് ഓഫ് സംതിങ് ആണ്. സംതിങ് എന്താണെന്ന് പറയാം. സംതിങ് എന്ന് പറയുന്നത് ഈ നമ്മൾ എടുത്ത വശങ്ങൾ ഇപ്പം നമ്മൾ എ ബിയും എ സിയാണ് എടുത്തത്. എടുക്കാത്ത വശം ഏതാ? ബി സി. ഈ വശവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ സംതിങ് നിൽക്കുന്നത്. അപ്പം ഏതെങ്കിലും 2 വശങ്ങളുടെ സ്ക്വയറുടെ സം എന്ന് 2 ഓഫ് സംതിങ് ആണ്. സംതിങ് മൂന്നാമത്തെ വശവുമായിട്ട് ലിങ്ക് ചെയ്താൽ നിൽക്കുന്നത്. മൂന്നാമത്തെ വശവും മൂന്നാമത്തെ വശത്തിന്റെ മീഡിയനും. അപ്പോൾ എന്തുമായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്നാമത്തെ വശത്തിന്റെ മീഡിയന്റെ സ്ക്വയർ പ്ലസ് ബി ഡി അഥവാ ഡി സി. ഇപ്പം ഞാൻ പേരുണ്ട് ഡി സി എഴുതാം. ഡി സിയുടെ സ്ക്വയർ. സോ അതായത് മൂന്നാമത്തെ വശത്തിന്റെ പകുതി. ഇത് മീഡിയൻ എന്താണോ അതിന്റെ ഡി സി, കാരണം ഇതൊരു മീഡിയൻ ആയതുകൊണ്ട്. അപ്പോൾ ഈ വശം നമ്മൾ എല്ല് പോലെ നോക്കാം. എല്ല് അടങ്ങിയിരിക്കുന്നുണ്ട്. ഇത് രണ്ടും എടുക്കുക. അതായത് എ ഡിയോ ഡി സിയോ അല്ലെങ്കിൽ എ ഡിയോ ഡി ബിയോ. ഇതാണ് അപ്പോളോണിയസ് തിയറം പറയുന്നത്. ഇതിപ്പോൾ ഞാൻ എ ബിയും എ സിയും എടുത്തുകൊണ്ടാണ്. ഏത് 2 വശം എടുത്താൽ ഇതാണ്. അപ്പോൾ ഏത് 2 വശത്തിന്റെയും സ്ക്വയറുകളുടെ സം എന്ന് പറയുന്നത് മൂന്നാമത്തെ വശത്തിന്റെ മീഡിയൻ പ്ലസ് മൂന്നാമത്തെ വശത്തിന്റെ പകുതിയുടെ സ്ക്വയറിന്റെ ട്വൈസ് ആയിരിക്കും. ഇതിപ്പോൾ എ ബിയും എ സി എടുത്താൽ ഇതുപോലെ നമുക്ക് എ ബിയും എ സി എടുത്ത് എ ബി ഫിക്സ് ചെയ്തിട്ട് ഡി സി എടുത്താലോ, എ ബി പ്ലസ് ബി സി എടുത്താലോ, എ ബി പ്ലസ് ബി സിയുടെ സ്ക്വയർ എന്ത് വരും? എ ബിയും ബി സിയും എടുക്കുമ്പോൾ മൂന്നാമത്തെ വശത്തിന്റെ ട്വൈസ് ഓഫ് മൂന്നാമത്തെ വശത്ത് ഇവിടെ എന്താണ്? മൂന്നാമത്തെ വശത്തിന്റെ മീഡിയന്റെ സ്ക്വയർ പ്ലസ് ആ വശത്തിന്റെ ഹാഫിന്റെ സ്ക്വയർ, അത് എ അല്ലെങ്കിൽ ഇ സി, എയുടെ സ്ക്വയർ. ഇപ്പം ഞാൻ എ ബിയും എ സിയാണ് ഫസ്റ്റ് എടുത്തത്. പിന്നെ എ ബിയും ബി സിയും എടുത്തു. ഇനി നമുക്ക് ബി സി സ്ക്വയർ പ്ലസ് എ സി സ്ക്വയർ എടുക്കാം. ബി സി സ്ക്വയർ പ്ലസ് എ സി സ്ക്വയർ വിച്ച് ഈക്വൽ ടു എന്ത് വരും? ചോയ്സ് ഇൻറ്റു എടുക്കാത്ത വശം. എടുക്കാത്ത വശം ഏതാ? എ ബി ആണ് എടുക്കാത്ത വശം. സോ എടുക്കാത്ത വശത്തിൽ നിന്നുള്ള മീഡിയൻ എഫ് സി സ്ക്വയർ പ്ലസ് ആ വശത്തിന്റെ ഹാഫ്, അതായത് ബി എഫ് ഒ അല്ലെങ്കിൽ എഫ് എ ഒ എന്തെങ്കിലും സ്ക്വയർ. ഇതിപ്പോൾ 3 എണ്ണം വന്നിട്ടുണ്ട്. ഈ 3 എണ്ണം കൂടെ കമ്പയർ ചെയ്ത് നമ്മൾ ഒറ്റ ഇക്വേഷൻ ആക്കി എങ്ങനെ വരും എന്ന് വെച്ചാൽ 3 ഇൻറ്റു സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഓൾ ദ സൈഡ്സ്. ഈ 3 സൈഡ്സിനും സ്ക്വയേഴ്സിന്റെ സം, അതായത് എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ പ്ലസ് എ സി സ്ക്വയർ എന്ന് പറയുന്നത് എന്തായിരിക്കും? 4 ടൈംസ് ഓഫ് മീഡിയന്റെ സ്ക്വയർ ആയിരിക്കും. ഇവിടുത്തെ മീഡിയൻ ഏതൊക്കെയാണ്? എ ഡി സ്ക്വയർ ബി ഇ സ്ക്വയർ പ്ലസ് സി എഫിന്റെ സ്ക്വയറിന് ഈക്വൽ ആയിരിക്കും. ഇത് നമ്മൾ ഫിഗർ വരയ്ക്കുകയാണ്. ഇത് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. എന്ന് പറയുന്നത് അതൊരു ട്രയാങ്കിൾ എടുക്കുകയാണ്. പോയിന്റ് എടുക്കുന്നു, മിഡ് പോയിന്റ് കണ്ടുപിടിച്ച് അത് ഇതുമായിട്ട് കണക്ട് ചെയ്യുന്നു. സോ അതാണ് ഇതിന്റെ മിഡ് പോയിന്റ് നമ്മൾ കണ്ടുപിടിച്ച് ഈ വശം ഈ മൂലയായിട്ട് കണക്ട് ചെയ്യുന്നു. ഓക്കെ, സോ ഇവിടെ നമ്മൾ നോക്കിയാൽ 1 2 3 4 5 6 ട്രയാങ്കിൾസ് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഈ 6 ട്രയാങ്കിൾസിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ഫുൾ ട്രയാങ്കിളിന്റെ ഏരിയയുടെ ഏരിയ 6 ആയി മുറിക്കുന്ന ഒരു ഭാഗം, അതായത് 1/6 ആയിരിക്കും ഇവിടെ വരുന്നത്. സോ ഇതും 1/6 ആയിരിക്കും, ഇതും 1/6, അതായത് ഫുൾ ഏരിയയുടെ 1/6 ആയിരിക്കും. ഇത് 1/6, ഇത് 1/6, ഇത് 1/6, ഇത് 1/6, ഇത് 1/6. ഇനി ഈ ഒരു ട്രയാങ്കിൾ ഫുൾ എടുത്താൽ എത്ര വരും? ഈ ഒരു ട്രയാങ്കിൾ ഫുൾ എടുത്താൽ ഇത് ഫുൾ എടുത്താൽ 2 ഇൻറ്റു 1/6, അതായത് 2/6, അതായത് 1/3. അപ്പം ഇത് 1/3 ആയിരിക്കും, ഇതും 1/3 ആയിരിക്കും, ഇതും 1/3 ആയിരിക്കും. അതിനകത്ത് എന്താ? ഈ ഓരോന്നിനെ കണ്ടുപിടിക്കണമെങ്കിൽ ഏരിയ കണ്ടുപിടിച്ച് 6 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇതാണ് ചോദിക്കുന്നെങ്കിൽ ഈ ഒരു ട്രയാങ്കിളോ അല്ലെങ്കിൽ ഈ ഒരു ട്രയാങ്കിളോ ഏതാ? ഈ ഒരു ട്രയാങ്കിളോ ആണ് ചോദിക്കുന്നെങ്കിൽ അത് 1/3 ഓഫ് ഫുൾ ഏരിയ. അത് 1/3 ഓഫ് ഫുൾ ഏരിയ ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും 1/3, ഇതും 1/3, ഇതും 1/3, ഓരോന്നും 1/6. ഇനി ഇത്രയൊക്കെയാണ്. ഇനി നമ്മൾ ഈ മിഡ് പോയിന്റുകളെല്ലാം കൂടെ, മിഡ് പോയിന്റ് ആണല്ലോ, ഇതിനെല്ലാം കൂടെ കണക്ട് ചെയ്തുകൊണ്ട് ഒരു ഫിഗർ വരയ്ക്കുന്നു. അതൊരു ട്രയാങ്കിൾ ആയിരിക്കും. അപ്പോൾ ഇവിടെ ഇപ്പം നിലവിൽ എത്ര ട്രയാങ്കിൾസ് ഉണ്ട്? ഇത് 1 2 3 4. ഫുൾ ട്രയാങ്കിളിനെ 4 ആയിട്ട് വായിക്കുന്ന ഒരു ഭാഗമായിരിക്കും ഇത്, ഇതൊരു ഭാഗമായിരിക്കും, ഇതൊരു ഭാഗമായിരിക്കും, ഇതൊരു ഭാഗമായിരിക്കും. സോ ഇത്രേ ഉള്ളൂ. നേരത്തെ ഫിഗർ ഓരോ കഷ്ടം 1/6, അതിൽ തന്നെ വലിയൊരു പീസ്, രണ്ടെണ്ണം ചേർത്ത് ഒരു പീസ് എടുത്താൽ 1/3. ഇതാണെങ്കിൽ 1/4. ഈ ഒരു പീസിനെ എടുത്ത് പ്രത്യേകം നമ്മൾ മാറ്റി വെച്ചാൽ ഈ ഒരു മീഡിയം തന്നെയായിരിക്കും. ഈ ഒരു ട്രയാങ്കിൾ എടുത്ത് വെച്ചാൽ ഈ ട്രയാങ്കിളിലും ഈ വരയ്ക്കുന്നതെല്ലാം ഇതിന്റെയും എന്ന് തന്നെയാണ്, മീഡിയം ആയിട്ട് തന്നെ വരും. സോ അതുകൊണ്ട് തന്നെ ആ ട്രയാങ്കിൾ പ്രത്യേകം എടുത്ത് വെച്ചിട്ട് നമുക്ക് 2:1 റേഷ്യോ വെച്ച് എഴുതിയാൽ ഡി ജി എന്ന് പറയുന്നത് ഈസ് ടു ജി പി എന്തായിരിക്കും? 2:1 ആയിരിക്കും. അതേ കണക്ക് ഈ ജി ക്യൂ എന്നുള്ള റേഷ്യോ 2:1 ആയിരിക്കും. അതേ കണക്ക് എഫ് ജിയും 2:1 ആയിരിക്കും. ഇനി ഇക്വലാറ്ററൽ ട്രയാങ്കിൾ, നമ്മൾ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ അറിയാലോ, മീഡിയന്
പെർപെൻഡിക്കുലർ ബൈസെക്ടർ, ആംഗിൾ ബൈസെക്ടർ അതൊക്കെ സെയിം ആയിരിക്കും. സോ മീഡിയൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് അവിടെ എന്തായിരിക്കും? ഹൈറ്റ് തന്നെ ആയിരിക്കും. അത് √3a/2 നമ്മൾ നോക്കിയാൽ മതി. നമുക്ക് വെച്ച് പറയാനുള്ളത് പറഞ്ഞാൽ ഐസോസിലസ് ട്രയാങ്കിൾ കേസ് എടുക്കാം. ഇക്വലാറ്ററലിൽ നമ്മൾ √3a/2 ആയിരിക്കും, ഹൈറ്റ് അത് തന്നെയായിരിക്കും, മീഡിയൻ അത് തന്നെയായിരിക്കും, പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആകും. ഐസോസിലസ് ട്രയാങ്കിൾ നോക്കാം. ഈക്വൽ വശത്തിൽ നിന്നും വരയ്ക്കുന്ന പെർപെൻഡിക്കുലറുടെ ഡിസ്റ്റൻസുകൾ തുല്യമാണെന്ന് പറയുന്നത് പോലെ ഈ ഈക്വൽ വശങ്ങളിൽ നിന്ന് വരയ്ക്കുന്ന രണ്ട് മീഡിയൻസും ഈക്വൽ ആയിരിക്കും. ഇതിന്റെ മിഡ് പോയിന്റ് കണ്ടുപിടിച്ച് ഞാൻ വര വരച്ചു, ഇതിന്റെ മിഡ് പോയിന്റ് കണ്ടുപിടിച്ച് വര വരച്ചു. ഈ രണ്ട് വാല്യൂസ് ഈ രണ്ട് നീളവും സെയിം ആയിരിക്കും. ഓക്കെ, ഇനി പറഞ്ഞ ഐസോസിലസ് ട്രയാങ്കിൾ പ്രത്യേകത നടക്കുന്ന മൊത്തം ഈ അൺഈക്വൽ സൈഡും അൺഈക്വൽ വെർട്ടെക്സും ആണ്. സോ നമ്മൾ അടുത്ത് വരച്ചാൽ ഞങ്ങളുടെ പ്രത്യേകത നടക്കുന്ന മൊത്തം ഇതിന്റെ അൺഈക്വൽ സൈഡും അങ്ങനെ തന്നെ അൺഈക്വൽ വെർട്ടെക്സ് തമ്മിലാണ്. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദ മീഡിയൻ ഡ്രോൺ ഫ്രം അൺഈക്വൽ സൈഡ് ടു അൺഈക്വൽ വെർട്ടെക്സ്. അൺഈക്വൽ സൈഡിന് മിഡ് പോയിന്റ് എടുക്കുന്നു, വെർട്ടെക്സോട് വരയ്ക്കുന്നു. ഇതെന്താ? ഇതിന്റെ ഈ മീഡിയനും അത് തന്നെയാണ് ഈ വശത്തിന്റെ ഹൈറ്റ്, ഈ വശത്തിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ പെർപെൻഡിക്കുലർ അതല്ല, നേരത്തെ പറഞ്ഞ എന്താണ്? ഓക്കെ, ഇത് രണ്ടും ഓർത്തിരിക്കുക. മറ്റേ രണ്ട് വശത്തിന്റെ മീഡിയൻ സെയിം ആയിരിക്കും, മൂന്നാമത്തെ വശത്തിന്റെ മീഡിയൻ അത് തന്നെയാണ് ഹൈറ്റ്, അത് തന്നെയാണ് പെർപെൻഡിക്കുലർ ബൈസെക്ടർ. അതാണ് ഐസോസിലസ് ട്രയാങ്കിൾ പറയുള്ളത്. ഇനി വരുന്ന അടുത്ത ഇമ്പോർട്ടന്റ് ട്രയാങ്കിൾ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. ഈ ഹൈപ്പോട്ടനസിന്റെ മിഡ് പോയിന്റ് എടുത്ത് വെർട്ടെക്സിനോട് കണക്ട് ചെയ്തു, ഇതിന്റെ മിഡ് പോയിന്റ് എടുത്ത് കണക്ട് ചെയ്തു, ഇതിന്റെ മിഡ് പോയിന്റ് എടുത്ത് വെർട്ടെക്സുമായിട്ട് കണക്ട് ചെയ്തു. അപ്പോൾ കണക്ട് ചെയ്ത ഈ എല്ലാ മീഡിയൻസും കൂടെ കൂട്ടിമുട്ടുന്ന പോയിന്റായി സെൻട്രോയിഡ് ജി കിട്ടി. ഇവിടുത്തെ പ്രോപ്പർട്ടി എന്താണെന്ന് വെച്ചാൽ ഈ നീളവും അതിനകത്ത് തന്നെ ഈ മീഡിയൻ ഉണ്ടല്ലോ, അതായത് 90 ഡിഗ്രി എന്ന് പറയുന്ന 90 ഡിഗ്രി വരുന്ന വെർട്ടെക്സ് എന്ന് വരയ്ക്കുന്ന ഈ മീഡിയൻ സെയിം ആയിരിക്കും. അതായത് ഈ മീഡിയനും ഈ ഹൈറ്റും തുല്യമായിരിക്കും. ഓക്കെ, അത് നമുക്ക് എഴുതാം. പിന്നെ ഫുൾ അടയാളപ്പെടുത്തിയത് എ ഡി വിച്ച് ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? ഹാഫ് AC ആയിരിക്കും. AC പകുതി എന്താണോ അത് തന്നെയായിരിക്കും BD. ഓക്കെ, ഇതൊന്നാമത്തെ കേസ്. രണ്ടാമത്തെ നമുക്ക് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ പറയാനുള്ളത്, റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൽ ഹൈപ്പോട്ടനൂസ് അല്ലാത്ത രണ്ട് വശങ്ങളുടെ സ്ക്വയറുകളുടെ സമയം 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത് എന്തിനെ? ഈ പറഞ്ഞ ഹൈപ്പോട്ടനൂസിലോട്ടുള്ള ആ മീഡിയൻ അല്ലാത്ത ബാക്കി രണ്ട് മീഡിയൻസ് ഉണ്ടല്ലോ, അതായത് ഈ പറഞ്ഞ ഹൈപ്പോട്ടനൂസിലോട്ടുള്ള അല്ലാത്ത രണ്ട് മീഡിയൻസ് ഉണ്ടല്ലോ, അവർ രണ്ടുപേരുടെയും സ്ക്വയറിന്റെ സമ്മിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇവിടെ ചെയ്ത AEയും FCയും അതെന്ന് പറയുന്നത് എന്തായിരിക്കും? 5 ഇൻറ്റു ഹൈപ്പോട്ടനൂസിന്റെ സ്ക്വയർ ആയിരിക്കും. സോ ഇതാണ് എന്തെന്ന് പറയുന്നത് ഒരു അടുത്ത പ്രോപ്പർട്ടി. ഇനി ലാസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഈ പറഞ്ഞ കണക്ക് തന്നെ നമ്മൾ ആ ഹൈപ്പോട്ടനൂസിലോട്ടുള്ള അല്ലാത്ത രണ്ട് മീഡിയൻസിന്റെ സ്ക്വയർ എന്ന് പറയുന്നത്, സോ അതെന്ന് പറയുന്നത് അതാണ്ട് ഇവിടെ നമ്മൾ ഈ മിഡ് പോയിന്റും ഈ എഫും കൂടെ കൂട്ടി കണക്ട് ചെയ്താൽ നമുക്ക് ലൈൻ വരും. നമുക്ക് എഫ്, അപ്പോൾ നമ്മൾ AC എന്നുള്ള ലൈൻ ഉണ്ട്, ഈ FE എന്ന് പറഞ്ഞ ലൈൻ ഉണ്ട്. സോ FE അഥവാ EF ന്റെ സ്ക്വയർ പ്ലസ് AC യുടെ സ്ക്വയറിന് ഈക്വൽ ആയിരിക്കും.